Sphenic is quite compared to endogenic. It's very vast. ഇതിൽ നിങ്ങൾക്ക് ഒത്തിരി പുതിയ ടേംസും ഇതൊക്കെ പഠിക്കേണ്ടി വരുന്നതാണ്. സോ we'll see as to what exogenic is. Yeah. I will get started. Okay, so we are back. Okay, time I and things join general. Okay, one minute. Okay, so നമ്മളിപ്പം എൻഡോജനിക് ആണ് തീർത്തത്. നമ്മൾ ഡയാസ്ട്രോഫിസം അതിലെ 4 നോക്കി, ഓൾ ദ ഓറോജനീസ് എപ്പീരിയോജനീസ് എല്ലാം, പിന്നെന്താ പ്ലേറ്റ് മൂവ്മെന്റ്സ്, എർത്ത് ക്വേക്സ് ഒക്കെ നോക്കി. Now we are going, അത് കഴിഞ്ഞ് നമ്മൾ വോൾക്കാനിസം നോക്കി, പല ടൈപ്പ് ഓഫ് വോൾക്കാനോസ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം, അതായത് പസഫിക് റിംഗ് ഓഫ് ഫയർ, മെഡിറ്ററേനിയൻ, ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ സൈഡിലേത്, അപ്പം ഇങ്ങനത്തെ റീജിയൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ അടുത്ത പ്രോസസ് ആണ് എക്സോജനിക് പ്രോസസ്. ഓക്കെ, സോ നമ്മൾ എക്സോജനിസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഓക്കെ, നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. NCERT വായിച്ചായിരുന്നു ഈ ടോപ്പിക്ക്? അറ്റ്ലീസ്റ്റ് സം ഓഫ് യു. ഇനി എന്നും എടുത്തെടുത്ത് പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കി വെക്കുക. Seeing people is better. Okay, so basically സർഫസ് ഇല്ലെങ്കിൽ സർഫസ് ഇൻഡ്യൂസ്ഡ് എനർജിയിൽ നിന്നൊക്കെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ എൻഡോജനിക് പ്രോസസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ലാൻഡ് ഫോംസ്, ഈ ലാൻഡ് ഫോംസിന്റെ ഷേപ്പിൽ ആൾട്രേഷൻസ് വരുത്തുക. സോ ദേ ആ ഷേപ്പിനെ ഒന്നിൽ അത് അവിടെ ഇറോഷൻ സംഭവിക്കാം, ഇല്ല മാസ് മൂവ്മെന്റ്സ്, ഓൾ ദീസ് തിങ്സ് ക്യാൻ ഹാപ്പൻ. വെതറിങ്, ഈ വെതറിങ് ഇറോഷനും തമ്മിലുള്ളൊരു ബേസിക് ഡിഫറൻസ് എന്താ? സർ, വെതറിങ് കെമിക്കൽ ചേഞ്ച് ആണ്. വെതറിങ്ങിൽ കെമിക്കൽ ചേഞ്ചും ഉണ്ട്. വെതറിങ് കെമിക്കൽ ചേഞ്ച് മാത്രമല്ല, വെതറിങ് ഫിസിക്കലും ഉണ്ട്. വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ്, കെമിക്കൽ, ബയോളജിക്കൽ. സർ, പിന്നെ മൂവ്മെന്റിന്റെ ബേസിങ്, അതെ, മൂവ്മെന്റിനെ ബേസ് ചെയ്താണ്. കാരണം വെതറിങ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് സംഭവിക്കുന്ന പ്രോസസ് ആണ്. ബട്ട് ഫോർ ഇറോഷൻ, അതിൻ്റെ കൂടെ അവിടെ ഇറോഡ് ആകുന്ന മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടക്കും. ബട്ട് വെതറിങ് എന്ന് പറഞ്ഞാൽ വെതറിങ് ഹാപ്പൻസ് ഇൻ എ പ്ലേസ്, ഇൻ സിറ്റു എന്ന് നമ്മൾ പണ്ടൊരു ടെക്സ്റ്റിൽ കാണുന്നതാണ്. ദാറ്റ് പ്രോസസ് ഹാപ്പൻസ് വിത്തിൻ ദാറ്റ് പ്ലേസ്. ഇതൊക്കെ നമ്മൾ ബേസിക് എക്സോജനിക് പ്രോസസ്സസ്. വെതറിങ്, മാസ് മൂവ്മെന്റ്, ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ. അതിലേക്ക് നമുക്ക് വരാം. ഇതിൽ എക്സോജനിക് ഏജൻസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യേഴ്സ്, അതായത് ഗ്ലേഷ്യറിന്റെ മൂവ്മെന്റ്സ്, wave action, tidal action, all these are exogenic agents. There are lots more. നമുക്ക് ഓരോന്നും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എക്സോജനിക് ഏജന്റ് ആണോ അല്ലയോ. ഓക്കെ, ദെൻ ഇതിന്റെ എനർജി ബേസിക്കലി, ഇപ്പം ഏതൊരു പ്രോസസ്സിന് നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചാൽ ഫോർ സംതിങ് ടു ഹാപ്പൻ ഒരു എനർജി വേണം. ഇറ്റ്സ് ഓൺലി ഡ്യൂ ടു സം കൈൻഡ് ഓഫ് എനർജി ദാറ്റ് ഓൾ ദീസ് പ്രോസസ് വിൽ ഹാപ്പൻ ഓർ ആർ ഓക്കറിങ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. സോ ഈ എനർജിയുടെ ബേസിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന എനർജി, അതിന്റെ ബേസിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആണ്. സോ സൺലൈറ്റ്, പിന്നെ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ സ്ലോപ്സോ ഇല്ലെങ്കിൽ അതിലൊരു
ഗ്രാജുവൽ വേരിയേഷൻ. അത് വേണേൽ സ്ലോപ്സിലാകാം, അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആകാം, പ്രഷർ ഗ്രേഡിയൻസ് കൊണ്ട് സംഭവിക്കാം. സോ ഗ്രേഡിയന്റ് ഈസ് നീഡഡ്. ദെൻ ഏതൊരു സാധനത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് എപ്പോഴും എന്താ പറയുക, അതിനെ കൊണ്ടുവരാനായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റി. സോ ഓൾ ദീസ് തിങ്സ് ആർ ദ മേജർ source of energy. So നമുക്ക് പറയാം that exogenic process derive that energy from the atmosphere, which in turn that is from the sun. പിന്നെ another one is gravity. കാരണം ഗ്രേഡിയന്റിന്റെ ഒന്നെങ്കിൽ നമുക്ക് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് ഒക്കെ, പിന്നെ ഈ പറഞ്ഞ സ്ലോപ്പ് ഗ്രേഡിയൻസ് ആണെങ്കിൽ അത് ഗ്രാവിറ്റി. സോ നമുക്ക് സൺലൈറ്റ് ആൻഡ് ഗ്രാവിറ്റി ആർ ദ ബേസിക് ടു സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, ദെൻ വാട്ട് ക്യാൻ യു സേ? ഈ ഫോഴ്സസ് ഇതിന് ഈ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എനർജി ഓഫ് ദ ആക്റ്റീവ് വി കോൾ ഇറ്റ് ആസ് എ ഫോഴ്സ്. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഏതൊരു മെറ്റീരിയലും ഒരു സ്ട്രെസ് ക്രിയേറ്റ് ആവും. നമ്മൾ ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് സ്ട്രെസ് അപ്പോൺ ഏരിയ. ബേസിക്കലി നമ്മുടെ ജിയോഗ്രഫി വരുമ്പോൾ നമ്മളത് കൂടുതലും ഷിയർ സ്ട്രെസ്സസ് ആണ് നോക്കുന്നത്. ജസ്റ്റ് വൺ ഡൗട്ട്, ഇപ്പം നമ്മൾ ഈ ജോയിൻ ചെയ്ത് ഈ ഗാലക്സി M31 കാണിക്കുന്നത് ആളുടെ പേരെന്താണ്? ഹലോ, ബാക്കി എല്ലാവരും പേര് കാണാം, ഇത് മാത്രം ജസ്റ്റ് ഒരു എപ്പോഴും ഗാലക്സി M31 എന്ന് കാണുന്നു. സോ ആളുടെ പേരറിയാമെന്നതുകൊണ്ടാണ് ചോദിച്ചത്. മേബി ആ പേഴ്സൺ ഹാസ് സം കണക്ഷൻ ഇഷ്യൂസ്. ഇപ്പോഴത് കണക്ടിങ് ടു ഓഡിയോ എന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ലെറ്റ് ദാറ്റ് ബി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഒന്ന് നമുക്ക് എനർജി, എനർജിയുടെ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ബേസിക്കലി സണ്ണിൽ നിന്ന് അറ്റ്മോസ്ഫിയർ കിട്ടിയിട്ട് ആ എനർജിയും. ഓക്കെ, എപ്പോഴും ക്യാമറാസ് ഒന്നും ഓണായി കാണുന്നില്ല. ഓക്കെ, 1 or 2 ഹിയർ ആൻഡ് ദർ. ഓക്കെ, കമ്പ്യൂട്ടറിനെ തന്നെ പഠിപ്പിക്കാം. സോ ഇതിൽ നിന്നും പിന്നെ ഗ്രാവിറ്റി, രണ്ട് എനർജി എർത്തിന്റെ സർഫസിൽ എർത്തിന്റെ സർഫസിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ സ്ട്രെസ്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ സ്ട്രെസ് വരാം, മോളിക്കുലാർ സ്ട്രെസ് വരാം, ദെൻ എന്താ പറയുക കെമിക്കൽ സ്ട്രെസ്സും വരാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി സോഴ്സ് ഓഫ് ദിസ് എനർജി. മെനി കൈൻഡ്സ് ഓഫ് സ്ട്രെസ് ആർ സെറ്റപ്പ്. അപ്പം ഈ സ്ട്രെസ് ആണ് നമ്മുടെ ഈ പറഞ്ഞ വെതറിങ്ങോ മാസ് മൂവ്മെന്റോ ഇറോഷന്റെ ഒക്കെ ബേസിക് കോസ്. അപ്പോൾ energy acts as a force. The force creates a stress, and this stress acts as the basic, what do you say? So ഈ നമ്മുടെ ഈ എക്സോജനിക് പ്രോസസ്സിന്റെ ഒക്കെ ബേസിസ് ആയിട്ട് വരുന്ന ഈ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്ട്രെസ് ആണ്. സോ നമുക്ക് ഇനി അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഓക്കെ, സോ എക്സോജനിക് പ്രോസസ് are a direct result of stress induced in the earth materials due to various forces that come into existence. നമ്മുടെ സൺ, ഹീറ്റ് ആൻഡ് ഗ്രാവിറ്റി എന്നൂടെ ഉണ്ട്. ഐ ഫോർഗോട്ട് ടു ആഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ എർത്തിന്റെ സർഫസ് മെറ്റീരിയൽസിന്റെ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന ചേഞ്ചസ്, അതിൽ ഷിയർ സ്ട്രെസ് ഉണ്ട്, മോളിക്കുലാർ സ്ട്രെസ് നമുക്ക് പറഞ്ഞു, ആൻഡ് അഗെയിൻ കെമിക്കൽ സ്ട്രെസ്സസ്. കാരണം പല കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ അതിൽ വരുന്ന കെമിക്കൽ പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ. സോ ദാറ്റ് വിൽ ലീഡ് ടു എന്താ, ഒന്നിൽ ഒരു മെറ്റീരിയൽ ഒന്നത്തിലേക്ക് ഡിസോൾവ് ആകാം, ഇല്ലെങ്കിൽ ഡിസോൾവ് ആയി വന്നൊരു സാധനം അടുത്ത് ഡിപ്പോസിഷൻ നടക്കാം. അതിന്റെ കോൺസെൻട്രേഷൻ വേരിയേഷൻസ് വരുമ്പോൾ all these things can happen. പിന്നെ എല്ലാം ആക്ടിവിറ്റിക്ക് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് denudation process. ഓക്കെ, സോ വാട്ട് ഈസ് denudation? ആരെങ്കിലും? What is denudation? Yeah, happy to see some cameras on. അക്ഷയ്, ഞാൻ ആൻസർ അത് മൊത്തം നോക്കിയില്ലായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഞാൻ കുറച്ച് വയ്യാണ്ടും കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയതുകൊണ്ടാണ്.
ഓക്കെ, സോ ആരെങ്കിലും വാട്ട് ഈസ് ഡെന്യൂഡേഷൻ? നിങ്ങൾ എൻ സി ആർ ടി വായിക്കുന്നത് എൻ സി ആർ ടിയിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. സാർ ഇറോഷന്റെ പ്രോസസ് ആണോ റോക്കിന്റെ ഇറോഷൻ 1. ഓക്കെ, സാർ ഈ പറഞ്ഞോ. സാറേ പൊതുവെയുള്ള എല്ലാ ജിയോമോർഫിക് പ്രോസസ്സിനെയും നമുക്ക് ഡെന്യൂഡേഷൻ എന്ന് പറഞ്ഞൂടെ? ഇല്ല, ഒരു അതായത് അത് എക്സോജനിക് പ്രോസസ്സിൽ എൻഡോജനിക്കും വരുന്നുണ്ട്. സോറി എക്സോ മാത്രം എല്ലാ എക്സോജനിക് പ്രോസസ്സിനെ നമുക്ക് ഡെന്യൂഡേഷൻ പറയാം. പറഞ്ഞോളൂ. റിക്കവറി അർത്ഥത്തിലല്ലേ വരുന്നത്? അതായത് മൊത്തത്തിൽ ഇപ്പൊ വെതറിങ് പോലെ ഇറോഷൻ പോലെ വരുന്നു, ആ ഒരു സാധനം അവിടുന്ന് റിമൂവ് ചെയ്യാന്നുള്ള അർത്ഥത്തില്. ഓക്കെ, സ്ട്രിപ്പിംഗ് ഓഫ് ദി സർഫസ്, അതാണ് എൻ സി ആർ ടി കിടക്കുന്ന ആ ഒരു ഇത്. നമ്മുടെ എന്തിൻ്റെങ്കിലും സർഫസിലുള്ള മെറ്റീരിയലിനെ സ്ട്രിപ്പ് ഓഫ് ചെയ്യുമ്പോൾ അതിനെ ഡെന്യൂഡേഷൻ എന്ന് പറയും. സോ നമ്മളിപ്പോൾ ഈ കണ്ട എല്ലാ പ്രോസസ്സും ആർ സം കൈൻഡ് ഓഫ് ഡെന്യൂഡേഷൻ പ്രോസസ്. വെതറിങ് ആണെങ്കിലും അതിൻ്റെ സർഫസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, മാസ് മൂവ്മെന്റ് പല ടൈപ്പ്. സോ അഗെയിൻ സർഫസിൽ ഇത് മാറുന്നു, ഇറോഷൻ, ഡിപ്പോസിഷൻ, ഇതിൻ്റെയൊക്കെ അവസാനം നടക്കുന്നതാണ്. കാരണം ഈ സാധനങ്ങൾ അവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണ്ടേ? ഫുൾ ടൈം ചുവന്നുകൊണ്ട് നടക്കാനുള്ള എനർജി എന്തായാലും ഈ ഒരു പ്രോസസ്സിനും കാണത്തില്ല. സോ ഇറ്റ് ഹാസ് ടു ഗെറ്റ് ഡിപ്പോസിറ്റ്. സോ ഇതിലെല്ലാത്തിനുള്ള കോമൺ ആയിട്ട് പറയുന്നത്, സോ ബി വെരി സ്പെസിഫിക്. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനത്തെ ചെറിയ നമ്മുടെ മനസ്സിലേക്ക് കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കും. പക്ഷേ എല്ലാ ജിയോമോർഫിക് പ്രോസസ്സിൽ നിന്നും നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു ചെറിയ ഇത് വരും. സോ ഒരു എന്താ പറയുക, നമ്മൾ പണ്ട് ആൻസർ ഒക്കെ എഴുതുമ്പോൾ നമുക്ക് എക്സാംസ് തീരുമ്പോൾ എഴുതും എക്സെട്ര. ആ ഒരു എക്സെട്ര നമുക്ക് ഇതിലധികം വരാൻ പാടില്ല. സോ അറിയാൻ വേണമെങ്കിൽ അത് കുഴപ്പമില്ല, പക്ഷെ അറിയാവുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതുക. wherever that may apply. ഓക്കെ, ഡ്യൂറേഷൻ പ്രോസസ്. അപ്പം ഇതിൻ്റെ 4 ഫേസ് ആണ്. ഒന്ന് വെതറിങ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതിലും സ്ഥലത്ത് തന്നെ ഉണ്ടാക്കുന്നത്, ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ് ബൈ അറ്റ്മോസ്ഫിയർ ഓർ വെതർ ഫോഴ്സസ്. ബട്ട് ദാറ്റ് ഹാപ്പൻസ് ഇൻ ആ റോക്ക് എവിടെയാണോ, റോക്ക് ചെറിയ കല്ലാവുന്നത്, ഇറ്റ് മേ ബി ഹ്യൂജ് റോക്ക് ഫോർമേഷൻ. പേരന്റ് ബെഡ് റോക്ക് നമ്മളിപ്പോൾ റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ആൻഡ് ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഫോർമേഷൻ ഓഫ് സോയിൽസ് ആൻഡ് ഓൾ. നമ്മൾ പഠിക്കും വെതറിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. So this is a process that happens in one place. Next that you have is erosion. That is an active wearing away of earth surface. മൂവിങ് ഏജൻസും ഉണ്ട് എർത്തിന്റെ സർഫസിൽ. ഒരു ആക്റ്റീവ് ആയിട്ട് ഉള്ള ചേഞ്ച് നടക്കുമ്പോൾ യു കോൾ ദാറ്റ് ആസ് ഇറോഷൻ. അതിൽ ഈ പറഞ്ഞ മൂവിങ് ഏജൻസും നമ്മളിപ്പം കുറേ പ്രാവശ്യം പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം തന്നെ വരും. വാട്ടറോ, വിൻഡോ, ഐസോ, എനിത്തിങ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ഇതിനെ ഒരിടത്തുനിന്ന് ഈ ഇറോഷൻ എന്ന് പറഞ്ഞാൽ അതിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ് മാത്രമേ ഇറോഷൻ ആയിട്ടുള്ളൂ. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഏജന്റ്, അതൊന്നും വിതറിങ്ങോ ഇല്ല ഇറോഷൻ ആകും, സർഫസ് മെറ്റീരിയൽ റിമൂവ് ആകുന്നത്. ദെൻ ദ നെക്സ്റ്റ് തിങ് ദാറ്റ് കംസ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇറോഡഡ് ഡെബ്രിനെ വേറൊരിടത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ഇതിനെ കുറേ നേരം നമ്മൾ ചുമന്നുകൊണ്ട് പോയി കഴിയുമ്പോൾ എന്താണ് ഒരു ലോഡ് ഒത്തിരി നേരം എടുത്ത് നമ്മൾ ക്ഷീണിക്ക് എവിടെയെങ്കിലും താഴെ വെക്കണം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഡിപ്പോസിഷൻ. ഒരു മെറ്റീരിയൽ നമ്മൾ അതായത് ഈ എക്സോജനിക് ഏജൻസ് മെറ്റീരിയലിനെ കുറേ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട് ലൂസിങ് ഇറ്റ്സ് എനർജി. ഇപ്പോൾ റിവർ ആണെങ്കിൽ അതിൻ്റെ ഫ്ലോ റേറ്റ് കുറയും. ഒരു ഗ്ലേസിയറിന്റെ മൂവ്മെന്റ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദ സ്ലോപ്പ് മൈറ്റ് ഗെറ്റ് ചേഞ്ച്. ഇപ്പോൾ ഗ്ലേസിയറിന്റെ സ്പീഡ് കുറഞ്ഞിട്ട് ഇറ്റ് മൈറ്റ് ഹാവ് ടു ഡിപ്പോസിറ്റ്. പിന്നെ ഗ്ലേസിയറിന്റെ മാസ് കുറയാം. സോ മെനി തിങ്സ്. സോ ഡ്യൂ ടു ഡിക്രീസിങ് എനർജി അതിൻ്റെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടാവും. ആൻഡ് ദെൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡിപ്പോസിറ്റിങ്. ഓക്കെ, ദെൻ അപ്പോൾ ഇതാണ് ഡെന്യൂഡേഷന്റെ ബേസിക് 4 ഫേസസ് ആയിട്ട് വരുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഈ കണ്ട എല്ലാം, ഇപ്പോൾ വെതറിങ് ആണെങ്കിലും മാസ് മൂവ്മെന്റ് ആണെങ്കിലും ഇറോഷൻ ആണെങ്കിലും, ഈച്ച് കൈൻഡ് ഓഫ് ഡെന്യൂഡേഷൻ പ്രോസസ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് ഡ്രൈവിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പം ഓരോ ടൈപ്പ് ഡെന്യൂഡേഷൻ പ്രോസസ്സിനും അതിൻ്റെതായ ഒരു ഡ്രൈവിംഗ് ആയിട്ടുള്ള ഫോഴ്സ് കാണും. ദാറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഈസ് ഗോയിങ് ടു കോസ് ദിസ് പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡെന്യൂഡേഷൻ. അതിൽ നമുക്ക് വെതറിങ് ആണെങ്കിൽ നമ്മൾ നോക്കി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാകാം, മോളിക്കുലർ സ്ട്രെസ്സസ് ഓർ കെമിക്കൽ ആക്ഷൻസ്. ഇത് ഏതെങ്കിലും ആയിരിക്കും വെതറിങ്ങിന്റെ റീസൺ. ദെൻ ഫോർ മാസ് മൂവ്മെന്റ് ഇറ്റ് ഈസ് ഓൾവേസ് മോസ്റ്റ്ലി ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതിനെ എയ്ഡ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് വേറെ പലതും കയറി വരും. ബട്ട് ഡ്രൈവിംഗ് ഫോഴ്സ് വിൽ ബി ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അത് നമുക്ക് എപ്പോഴും ക്ലിയർ ആയിരിക്കണം.
Then for erosion and transportation എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി. മീഡിയം ഏതും ആയിക്കോട്ടെ, ആ മീഡിയത്തിന്റെ കൈനറ്റിക് എനർജിയാണ് ഇതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. ഇപ്പോൾ വിൻഡ് എടുത്താൽ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. ഇപ്പൊ നമുക്ക് തിരിച്ചും പറയാം, ഇപ്പൊ മാസ് മൊമെന്റ്സിനാണെങ്കിൽ അതിലെ പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷൻ ഒരു രണ്ട് റീജിയനിലെ ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിഫറൻസ് ആണ്. സോ ദീസ് ആർ ദ ബേസിക് ഡ്രൈവിംഗ് ഫോഴ്സസ്. ഓക്കെ, സോ എക്സോജനിക് ഫോഴ്സ് എന്താന്ന് നോക്കി, അതിന്റെ എനർജിയുടെ സോഴ്സുകൾ നമ്മൾ നോക്കി, ബേസിക്കലി സോളാർ ആൻഡ് ഗ്രാവിറ്റി, ദെൻ അതിന്റെ പല മാനിഫെസ്റ്റേഷൻസ്. ഓക്കെ, ഇതിനെല്ലാം കോമൺ ആയിട്ട് പറയുന്ന ഒരു ടേം ആണ് നാല് ഫേസ് ഉണ്ട് ഓൺ എ വെരി ബ്രോഡ് സെൻസ്. അതിൽ ആദ്യത്തെ രണ്ടും വെതറിങ്ങും ഇറോഷനും. ദാറ്റ് ഈസ് വെയർ സർഫസ് ഗെറ്റ്സ് ക്ലിയർഡ് ഓഫ് വാട്ട് എവർ ഈസ് ദെയർ, സർഫസിൽ നിന്നുള്ള മെറ്റീരിയലിനെ മാറ്റുന്നത്. അപ്പോൾ അത് വെതറിങ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കും ആ മെറ്റീരിയൽ ചേഞ്ച് ആയില്ലേ, മെറ്റമോർഫോസിസ് എന്തെങ്കിലും സംഭവിച്ച് അവിടെ തന്നെ അത് കിടക്കും. ബട്ട് ഇൻ ഇറോഷൻ ഇറ്റ് ഈസ് ബീങ് റിമൂവ്ഡ് ഇൻ ആൻ ആക്റ്റീവ് മാനർ സോ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ട്രാൻസ്പോർട്ടഡ്. നെക്സ്റ്റ് തിങ് വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ എനർജി ഉള്ളതുകൊണ്ട് ഇത് ട്രാൻസ്പോർട്ട് ആവും. ലാസ്റ്റ് തിങ്, വെൻ ദിസ് എനർജി ഡിക്രീസസ് ടു എ പെർട്ടിക്കുലർ ലെവൽ, ഇറ്റ് വിൽ ലൂസ് ഇറ്റ്സ് എബിലിറ്റി ടു കണ്ടിന്യൂ ദിസ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ഈ വെതേർഡ് ഇറോഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അത് ഡിപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. ദീസ് ആർ ദ മെയിൻ ഫേസസ്. പിന്നെ ഇതിനൊക്കെ ഓരോ ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഈച്ച് ഓഫ് ദീസ് പ്രോസസ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ യൂണിക് ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പോൾ അതേതൊക്കെയാണ് നമ്മൾ നോക്കി. അപ്പം ഇതിൻ്റെ സോ നമുക്ക് പറയാം, ഈ എക്സോജനിക് പ്രോസസ്സ് നമുക്ക് എല്ലായിടത്തും സെയിം അല്ല. ചിലടത്ത് നമുക്ക് ഇറോഷൻ ഭയങ്കര കൂടുതലായിരിക്കാം, ചിലടത്ത് ഇറോഷൻ അത്രയ്ക്ക് കാണത്തില്ല. പിന്നെ വെതറിങ് ഉള്ളിടത്ത് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, ചിലടത്തെ കല്ലൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ് മണ്ണാവും, വേറെ ചിലത് അത് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടായിരിക്കും സംഭവിക്കുന്നത്. സോ ഇതൊരു വളരെ എന്താ പറയുക, ഒരു ഡൈനാമിക് ഇൻട്രാക്ഷൻ ആണ്. കാരണം ഇഫ് ദ സെയിം റോക്ക് മേ ബി കെപ്റ്റ് അറ്റ് 3 different regions, അതിൽ വരുന്ന ഇറോഷൻ്റെ റേറ്റ്സ് പലതായിരിക്കാം. Or if the same erosion activity, the same driving force is applied to 3 different regions, the outcomes may be different. So ഇത് നമുക്ക് ഒരു ഇന്റർലേറ്റഡ് ആയിട്ട് നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ നമുക്കൊരു റീജിയനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അവിടുത്തെ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് വേണം ഹൗ ദ ഈ പറഞ്ഞ ഡെന്യൂഡേഷൻ പ്രോസസ്സിലെ റേറ്റ്സ് നോക്കാൻ. അപ്പോൾ അതിൻ്റെ ബേസിക്കലി ആയിട്ട് വരുന്നതാണ് ഒന്ന് നേച്ചർ ഓഫ് റിലീഫ്. അവിടുത്തെ സ്ലോപ്സ് എങ്ങനെയാണ്, സ്ലോപ്പ് ആണോ ഫ്ലാറ്റ് ലാൻഡ് ആണോ, ദിസ് വിൽ ആക്ട് ആസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് തിങ് വിൽ ബി ദ സ്ട്രക്ചർ ആൻഡ് നേച്ചർ ഓഫ് റോക്സ്. ഈ റോക്കിൻ്റെ നേച്ചർ, അത് ഈസിലി ഇറോഡബിൾ ആണോ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസ് എന്തൊക്കെയാണ്, അത് ഭയങ്കര ഹാർഡ് ബെഡ് റോക്ക് ആണോ, ഇല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ, ചില സ്ട്രക്ചേഴ്സ് ക്യാൻ ബി, കാരണം നല്ലൊരു സ്മൂത്ത് സ്ഫെറിക്കൽ സർഫസ് ആണെങ്കിൽ അതിൽ ഇറോഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഭയങ്കരമായിട്ട് ഫിറ്റിങ്ങോ ഇല്ലെങ്കിൽ ഒത്തിരി ക്രാക്സ് ഒക്കെ ഉള്ള സ്ട്രക്ചർ ആണെങ്കിൽ ഇറോഷൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ സ്ട്രക്ചർ ആൻഡ് നേച്ചർ ഓഫ് റോക്സ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇത് ലോക്കൽ ക്ലൈമറ്റ്. ആ ക്ലൈമറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ, അത് തന്നെ വരുന്നതാണ് അവിടുത്തെ പ്രസിപ്പിറ്റേഷനും, പിന്നെ ഇത് രണ്ടും കൂടെ ഇൻഡ്യൂസ് ചെയ്തിട്ട് അവിടുത്തെ വെജിറ്റേഷനും. സോ ആ ഒരു ലൊക്കാലിറ്റിയിൽ വാട്ട് യു ക്യാൻ സേ, ആ ഒരു ലൊക്കാലിറ്റിയുടെ ഒരു നേച്ചർ, സോ ദാറ്റ് യു ക്യാൻ സേ ക്ലൈമറ്റ്. അപ്പം ഈ ടെമ്പറേച്ചറിൻ്റെ ആണെങ്കിലും ഇൻറ്റൻസിറ്റി, ഇപ്പം അതിൻ്റെ എന്താ പറയുക, രാവിലെയും രാത്രിയൊക്കെയുള്ള ടെമ്പറേച്ചർ ചേഞ്ചസ്, ഇഫ് ദാറ്റ് ഈസ് റിയലി ഗ്രേറ്റ്, ഒത്തിരി മാർജിൻ ഉണ്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചേഞ്ചസ് വരുന്നു, അതൊക്കെ ക്യാൻ എഫക്ട് ദിസ്. ദെൻ precipitation, heavy precipitation can cause more of this erosion compared to lesser. പിന്നെ vegetation, the type and the distribution. അപ്പോൾ ആ വെജിറ്റേഷൻ എങ്ങനെയാണ്, ഇപ്പോൾ ഫോറസ്റ്റ് ആണോ, ഗ്രാസ് ലാൻഡ് ആണോ, ആരിഡ് ആണോ, so each region will have its own different kind of vegetation. This will also affect the exogenic process. അപ്പോൾ ഈ റേറ്റ്സ് ഓഫ് ഡെന്യൂഡേഷൻ ഇങ്ങനെ പല ഫാക്ടേഴ്സിനെ എഫക്ട് ചെയ്തിട്ടാണ് ഇറ്റ് വിൽ വേരി. അപ്പോൾ അതും ഒരേ റീജിയനിൽ തന്നെ സേ ബിറ്റ്വീൻ 2 ലാറ്റിറ്റ്യൂഡ്സ് ഒരു റീജിയനിൽ കുറവാണെങ്കിൽ ആ ഡെന്യൂഡേഷന് ചേഞ്ചസ് വരാം. സോ വിത്തിൻ എ റീജിയൻ ഓൾസോ യു ക്യാൻ സീ ചേഞ്ചസ്. സോ ഇറ്റ് വിൽ ചേഞ്ച് ഫ്രം റീജിയൻ ടു റീജിയൻ ആൻഡ് ഓൾസോ ദ ചേഞ്ചസ് ക്യാൻ ബി ഒബ്സർവ്ഡ് വിത്തിൻ എ റീജിയൻ ഡ്യൂ ടു അതർ ഫാക്ടേഴ്സ്. സോ അത് പറഞ്ഞത് ഭയങ്കര ഡൈനാമിക് ഇൻട്രാക്ഷൻ ആണ്.
ഇതിൻ്റെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അനുസരിച്ച്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ റിയലി ക്രിസ് ക്രോസ് ഡയഗ്രാം ഇഫ് യു ട്രൈ ടു ഡ്രോ ഇറ്റ്. സോ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഇതിനെ എഫക്ട് ചെയ്യുമെന്ന് നമുക്കൊരു ഐഡിയ വേണം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ നോക്കി. ഒന്ന് വെതറിങ്, നെക്സ്റ്റ് ഈസ് മാസ് മൂവ്മെന്റ്, ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ. നമ്മൾ ഇനി ആദ്യം നമുക്ക് അതിൻ്റെ വെതറിങ് പാർട്ടിലേക്ക് പോവാം. വെതറിങ് പാർട്ടിൽ നിങ്ങളുടെ NCERT-യിൽ ബിഫോർ വെതറിങ് NCERT ഞാൻ നിങ്ങളോട് എന്തോ ഇല്ല. Okay, just go through your NCERTs. Okay, so what is weathering? So നമ്മൾ ആദ്യമേ പറഞ്ഞു that it is the mechanical disintegration and chemical decomposition of rocks through actions of various elements of weathering. നമുക്കറിയാം, കാരണം ഇതൊരു എക്സ്റ്റേണൽ പ്രോസസ് ആകുമ്പോൾ അവിടെ ഉള്ള റോക്കിനെ എങ്ങനെയെങ്കിലും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിനെ പല പാർട്സ് ആക്കണം. അതിൽ തന്നെ കെമിക്കൽ ഡീകമ്പോസിഷൻ, കാരണം നമുക്ക് കെമിക്കൽ വെതറിങ് ഉണ്ട്. അപ്പോൾ ത്രൂ ദ ആക്ഷൻസ് ഓഫ് വേരിയസ് എലിമെന്റ്സ്. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇൻ സിറ്റു പ്രോസസ്. Okay, which means that this is something that happens in that region. So that it is an in situ process is important, because that is what distinguishes this from erosion. So either a weathering on a rock will happen and the products will also be found around itself. Okay, either the soil formation ഒരു major ഇതാണ് ഈ പറഞ്ഞ weathering. The next thing is ഇതിൻ്റെ മേജർ ഗ്രൂപ്പ്സ് അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്ന് കെമിക്കൽ വെതറിങ് ഉണ്ടാകാം ഡ്യൂ ടു ആക്ഷൻ ഓഫ് കെമിക്കൽസ്. ഈ കെമിക്കൽസ് ആർ ഓൾസോ ക്രിയേറ്റഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇപ്പം നമുക്ക് ആസിഡ് റെയിൻസ് ഒക്കെ അറിയാം. സോ ദാറ്റ് വിൽ മീഡിയം വിച്ച് വിൽ അഫക്ട് സം കൈൻഡ് ഓഫ് റോക്സ്. ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ വെള്ളം സോയിൽ വന്നു കഴിഞ്ഞ് സോയിലെ മിനറൽസുമായിട്ട് മിക്സ് ചെയ്ത് ഇറ്റ് ക്യാൻ ഫോം ആൻ ആസിഡ് ഓർ ബേസ് ഓർ ഇറ്റ് ക്യാൻ ടേക്ക് യുവർ പാർട്ടിക്കിൾസ്. സോ അങ്ങനെ കെമിക്കൽ. പിന്നെ ഈ ഫോഴ്സിന്റെ ഡയറക്റ്റ് ആക്ഷൻ കാരണം ഉണ്ടാകുന്ന ഫിസിക്കലും മെക്കാനിക്കലും. ദെൻ ഒബ്വിയസ്ലി നമ്മൾ ഓൾറെഡി പറഞ്ഞു പല ഫാക്ടേഴ്സിലും ഒന്ന് വെജിറ്റേഷൻ ഒക്കെ ആയിരുന്നു. സോ ഒരു ബയോളജിക്കൽ വെതറിങ്ങും വേർ ദ ഫാക്ടേഴ്സ് ആർ മോർ ബയോളജിക്കൽ ഇൻ നേച്ചർ. ഓക്കെ, സോ ദോസ് ആർ ദ ടൈപ്സ് ഓഫ് വെതറിങ് ദാറ്റ് വി ഹാവ്. First thing that it is the mechanical disintegration. Only mechanical or chemical. Mechanical disintegration or chemical decomposition. Mechanical or chemical ആയിട്ട് റോക്സിൽ വരുന്ന മാറ്റങ്ങളും അതുകൊണ്ട് റോക്സ് എങ്ങനെ ബ്രേക്കപ്പ് ആവുന്നു. Then it is an in situ process, that is important. പിന്നെ അതിൻ്റെ മെയിൻ 3 ഗ്രൂപ്പ്, that is chemical weathering. അത് 3 മെയിൻ ഗ്രൂപ്പ്സ്. അപ്പോൾ നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെമിക്കൽ വെതറിങ് നമുക്ക് നോക്കണം. So this is the basic process by which denudation proceeds. കാരണം ഇത് എന്താ പറയുന്നത്, എല്ലാ വെതറിങ്ങിനും ഒരു ഇനിഷ്യൽ ആയിട്ട് ഒരു എനർജി കിട്ടാൻ ദിസ് വിൽ ബി ദ മോസ്റ്റ് എന്താ പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എടുക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം ഈ കെമിക്കൽ വെതറിങ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ ചെറിയ ക്രെവീസ് ഒക്കെ ഉണ്ടായാലും മീൻസ് എന്താ പറയുക, നമുക്കൊരു ലൈം സ്റ്റോണിന്റെ എക്സാമ്പിൾ എടുക്കാം. it comes into contact with some kind of water ആയിക്കോട്ടെ. അപ്പോൾ അതിലെ ലൈം എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ക്യാൻ ഗെറ്റ് ഈസിലി റിമൂവ് ബൈ വാട്ടർ. അപ്പോൾ അതിൽ ക്രാക്സ് ഉണ്ടാകും. ദെൻ ദിസ് ക്രാക്സ് ക്യാൻ, ഈ ക്രാക്സിൽ ബാക്കി ഫിസിക്കലിനോ ബയോളജിക്കൽ വെതറിങ്ങിനൊക്കെ ആക്ട് ചെയ്യാൻ എളുപ്പം ഉണ്ടായിരിക്കാം. സെഡിമെന്ററി റോക്സ് എടുത്തോളൂ. അപ്പോൾ അതിലെ ചില ഈ സെഡിമെന്ററി റോക്സിലെ ചില മെറ്റീരിയലിനെ that will weaken the structure. So it will become easier for physical and biological weathering to happen there. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത് ദിസ് ഇസ് ദ ബേസിക് പ്രോസസ് ബൈ വിച്ച് ഡെന്യൂഡേഷൻ പ്രൊസീഡ്. ഇതിൽ എല്ലാ പ്രോസസ്സും ഒരേ ടൈമിൽ തന്നെ സംഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരിടത്ത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ കല്ലിൽ ആദ്യം കെമിക്കൽ വെതറിങ് ഉണ്ടാവും, നെക്സ്റ്റ് ഫിസിക്കൽ വിൽ കം ആൻഡ് നെക്സ്റ്റ് ആയിട്ട് അതിൽ ബയോളജിക്കൽ വരുന്നില്ല. ഓൾ ദീസ് പ്രോസസ് വിൽ ബി ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. അതിൽ തന്നെ ഈ കെമിക്കൽ വിൽ ഹാവ് എ സ്ലൈറ്റ് ഹെഡ് വേ ബിക്കോസ് എന്താണ് കോമ്പാക്ട് ആയിട്ടുള്ള മെറ്റീരിയലിനെ ബ്രേക്ക് ചെയ്യാൻ it will be easier in this manner.
then it is extremely slow and gradual. കാരണം ഇവിടെ ആക്ട് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് എന്ന് വെച്ചാൽ none of them are extremely strong or potent. അതായത് ഇപ്പം നമ്മുടെ ലാബിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു കോൺസെൻട്രേറ്റഡ് HCl സൾഫ്യൂരിക് ആസിഡോ പോലത്തെ ഒരു സ്ട്രോങ് കെമിക്കൽസ് ആയിരിക്കുമല്ല, വളരെ വീക്ക് കെമിക്കൽസ് ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എക്സ്ട്രീംലി സ്ലോ ആൻഡ് ഗ്രാജുവൽ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ that the air elements acts on the rocks. And basically എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സർഫസിൽ നിന്നായിരിക്കും. സർഫസ് എന്ന് വെച്ചാൽ നമുക്ക് റോക്കിന്റെ പുറന്തോട് മാത്രമായിരിക്കുമല്ല, ഒരു പോറസ് റോക്ക് ആണെങ്കിൽ അതിനകത്തേക്ക് വന്നാലും സർഫസ് ഉണ്ടാവും. സോ വാട്ടർ കണ്ടെയ്നിങ് ഓൾ ദീസ് കെമിക്കൽസ് മേ സീപ്പ് ഇൻ ടു ബി അകത്തെ സർഫസിലൊക്കെ സംഭവിക്കാം. സോ ആ ഒരു ക്ലാരിറ്റി വേണം. സർഫസ് ക്യാൻ മീൻ എനി സർഫസ്, നോട്ട് ജസ്റ്റ് ദ ഔട്ടർ സർഫസ്. സോ എയർ ആൻഡ് വാട്ടർ കണ്ടെയ്നിങ് കെമിക്കൽ എലിമെന്റ്സ് will act on the rocks. ആ റോക്സിൽ തന്നെ അതിന്റെ എല്ലാ സർഫസിലും ആക്ട് ചെയ്യും, ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദ റോക്ക്. ഇഫ് ഇറ്റ് ഈസ് porous, it can act on the interior surfaces also. ഓക്കെ, അപ്പം ഇതിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സംഭവിക്കുന്ന പ്രോസസ് ആണ്, it will either weaken the rock or entirely dissolve the constituents of the rocks. So two things can happen. ഒന്നെങ്കിൽ ഈ ആക്ഷൻ വെച്ചാൽ ആ റോക്കിനെ ബൈൻഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കാണും. ഇത് വന്നിട്ട് ഈ മെറ്റീരിയലിനെ ഡിസോൾവ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ആ റോക്സിന്റെ ബൈൻഡിങ് ഫോഴ്സ് പോയിട്ട് അത് ലൂസ്ലി കോമ്പാക്റ്റഡ് ആയി കിട്ടും. അപ്പം ബാക്കി പ്രോസസ്സ് ഇച്ചിരി ചിലപ്പോൾ സ്പീഡപ്പ് ആവാം. സോ ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ വീക്കൻ. അപ്പം ഇല്ലെങ്കിൽ ആ ഒരു റോക്കിനെ എൻറ്റയർലി, ഇപ്പോൾ ഒരു കാൽഷ്യം ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ, അത് ലൈം ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ അതിനെ ചിലപ്പോൾ എൻറ്റയർലി ഡിസോൾവ് ചെയ്തിട്ട് കൊണ്ടുപോയി വേറെടുത്ത് ഡിപ്പോസിഷൻ നടക്കാം. So it can either weaken or it can entirely dissolve the constituents of rocks. Then ഈ ഡിസോൾവ് ആയ സാധനം it will get removed by erosion. അപ്പം ഇറോഷൻ വഴി ഇത് പോയി കഴിയുമ്പോൾ വീണ്ടും സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. കാരണം ഓൾറെഡി കെമിക്കൽ ആക്ഷൻ നടന്ന സർഫസ് ഇറോഡായി വന്നിട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ എ ന്യൂ സർഫസ് ഗെറ്റ്സ് എക്സ്പോസ്ഡ്, ആൻഡ് ദെൻ ദിസ് പ്രോസസ് വിൽ അഗൈൻ കണ്ടിന്യൂ ഓൺ ദ ന്യൂ സർഫസ് അണ്ടിൽ ഓൾ ഓഫ് ദാറ്റ് പേരന്റ് മെറ്റീരിയൽ ഈസ് കൺസ്യൂംഡ്. ഓക്കെ, അത് തന്നെ ഈ ഓൾ ഓഫ് ദ പേരന്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സംടൈംസ് ഒരു കുറച്ച് ലേയേഴ്സ് കഴിയുമ്പോൾ ഭാഗത്തേക്ക് വരുന്ന മെറ്റീരിയൽ ചിലപ്പോൾ വേറെ ആയിരിക്കും. ഇറ്റ് മൈ ബി എക്സ്ട്രീംലി ഹാർഡ്ലി കോമ്പാക്റ്റഡ് ഓർ വേറെ മെറ്റാമോർഫിസം നടന്നിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദ പ്രോസസ് മൈറ്റ് സ്റ്റോപ്പ് ദർ. സോ ദിസ് ഗെറ്റ്സ് റിമൂവ്ഡ് ബൈ ഇറോഷൻ ആൻഡ് സർഫസ് വേർ ദിസ് ഫെനോമെനൻ വിൽ റിപ്പീറ്റ് ആസ് എ സൈക്കിൾ until all the consumable ഇല്ലെങ്കിൽ all the weatherable material has been removed. ഓക്കെ, പിന്നെ അപ്പം ഈ ഇറോഷൻ വഴി അവിടുന്ന് റിമൂവ് ആയി പോകാത്ത മെറ്റീരിയൽസ് ഇത് കുറച്ച് കാണും. അതാണ് അവിടുത്തെ സോയിൽ ഫോർമേഷന്റെ ബേസിസ്. നമ്മൾ അതിനെ റഗർ എന്ന് പറയും. സോ ദാറ്റ് ഈസ് ദ റെഗോലെറ്റ്. സോറി, റഗർ ഇസ് എ ടൈപ്പ് ഓഫ് സോയിൽ. ദിസ് ഇസ് ദ റെഗോലെറ്റ്. അപ്പം വെതറിങ് കഴിഞ്ഞിട്ട് അവിടെ ബാക്കി വരുന്ന മെറ്റീരിയലിനെ ആണ് അവിടുത്തെ സോയിൽ ഫോർമേഷനെ എയ്ഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ പേരന്റ് സോയിൽസ് ആർ ഫോം. പിന്നെ ഇത് വീണ്ടും എന്താ പറയുക, റിവറോ വെല്ലോ വന്ന് ഇതിനെ വീണ്ടും ട്രാൻസ്പോർട്ട് ചെയ്ത് പോയാൽ it can get transported to other sites, but the parent soil is obviously formed by this process. പക്ഷേ കെമിക്കൽ വെതറിങ് കൊണ്ട് മാത്രമല്ല സോയിൽ ഉണ്ടാകുന്നത്, ഇപ്പം മെക്കാനിക്കൽ വെതറിങ് കൊണ്ടൊക്കെ സോയിൽ ഉണ്ടാവും. പക്ഷേ ഇതിൽ അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടാത്ത മെറ്റീരിയൽ ആ റീജിയനിലെ സോയിൽ ഫോം ചെയ്യുന്നതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. It doesn't mean that all the soil has been formed by chemical weathering alone. It means that the soil that is formed in a region can come from the chemical weathering of rocks in that region. അപ്പോൾ കെമിക്കൽ വെതറിങ് നടന്നു കഴിഞ്ഞ് അവിടുന്ന് ദൂരേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാത്ത മെറ്റീരിയൽ നിന്നായിരിക്കും അവിടുത്തെ സോയിൽ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതൊക്കെയാണോ? ബേസിക്കലി 6 സിമ്പിൾ പോയിന്റ്സ് ആണ്. ഇതൊന്നും നമ്മൾ പണ്ട് സ്കൂൾ പഠിച്ചത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്കൊരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് തന്നെ ഒരു ഇതിൽ എഴുതാൻ പറ്റും. കാരണം കെമിക്കൽ വെതറിങ് എടുത്ത് കഴിയുമ്പോൾ അതെന്താണ്, പിന്നെ അതിൻ്റെ റേറ്റ് പറയുക, പിന്നെ ആ റേറ്റ് അങ്ങനെ വരെ ഇവിടെ എന്താണ് ആക്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി എയർ ഓർ വാട്ടർ കണ്ടെയ്നിങ് അതർ എലിമെന്റ്സ് ആക്ട് ഓൺ ദിസ്, അതിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്നു. ഇത് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റാം, ഒന്നെങ്കിൽ ഇതിനെ വീക്കൻ ചെയ്യാൻ പറ്റും റോക്ക് സ്ട്രക്ചറിനെ, ഇല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡിങ് ഓൺ ദ പേരന്റ് മെറ്റീരിയൽ ആൻഡ് ഓൾസോ ദ എക്സോജനിക് ഏജന്റ് ആക്ടിങ് ദർ. Then അത് അവിടുന്ന് it gets removed by erosion and it gets transported away, exposing new surfaces where this process will continue. If not,
those which have not been removed will lie around and it will help in soil formation. Okay, so that is the basic about chemical weathering. അപ്പം ഇതിൽ തന്നെ കെമിക്കൽ വെതറിങ്ങിന് നമുക്ക് പല പ്രോസസ്സ് ഉണ്ട്. സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം. ഇത് നമ്മുടെ ബട്ട് അതിൻ്റെ റഫ് ഐഡിയ നമുക്ക് നോക്കാം. One is solution. So it can happen either by solution, carbonation, oxidation and hydration. ഇത്തരം പ്രോസസ്സാണ് ഈ കെമിക്കൽ വെതറിങ്ങിന് ബേസിക് ആയിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം എന്താ പറയുന്നത്, റോക്സിലുള്ള നമുക്ക് ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പഠിച്ചു ദാറ്റ് റോക്സ് ആർ കമ്പോസ്ഡ് ഓഫ് മിനറൽസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മിനറൽസ്. അപ്പോൾ ഇതിലുള്ള റോക്കോ മിനറലോ അതിൽ ഡിസോൾവ് ആയിട്ട് റിമൂവ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മളതിനെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ലീച്ചിങ് ഈസ് എ വെരി കോമൺ ഫോമാറ്റ്. അതായത് ഒത്തിരി റെയിനി ഏരിയാസിൽ സർഫസിൽ ഉള്ള ഇതിൽ നിന്ന് ലീച്ച് ചെയ്യപ്പെട്ട് ഇറ്റ് ക്യാൻ go either into depths or it can get transferred to other areas. ഈ ലീച്ചിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ? എനിബഡി? ആരെങ്കിലും വാട്ട് ഈസ് പോയിന്റ് ഓഫ് ഈ ലീച്ചിങ്? നമുക്കൊരു അഗ്രികൾച്ചർ പോയിന്റ് ഓഫ് വ്യൂ എന്നൊക്കെ ലീച്ചിങ് ഈസ് എ വെരി ബാഡ് തിങ്, ബട്ട് വൈ? ഇല്ല, ലീച്ചിങ്ങിൽ സോയിലിനെ മൊത്തമായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. അതാ പറഞ്ഞു. കാരണം സോയിൽ മൊത്തത്തിൽ ഡിസോൾവ് ആകുമായിരുന്നല്ലോ. നമ്മളിപ്പോൾ സൊല്യൂഷന്റെ കാര്യമാണ് പറയുന്നത്. സോയിൽ വിൽ നോട്ട് ഗെറ്റ് ഡിസോൾവ്. ഹലോ, പറയൂ. സോയിലുള്ള മിനറൽസ് ഒക്കെ പോയി കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. Soil will lose most of its minerals and its fertility. ലീച്ചിങ് പണ്ട് എന്താ പറയുന്നത്, വേറെ ക്ലാസ്സിൽ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഒത്തിരി ഹെവി റെയിൻഫോൾസ് ഉള്ളിടത്ത് ഈവൻ ദോ നല്ല സോയിൽ ഉണ്ടെങ്കിലും അവിടെ ചിലപ്പോൾ സോയിലിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയാൻ ഇതൊരു വലിയ റീസൺ ആണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് റെയിൻ വരുമ്പോൾ ആ സർഫസ് സോയിലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മിനറൽസിനെ ഇത് അതിൽ ഡിസോൾവ് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും ഇറ്റ് വിൽ ഗെറ്റ് ക്യാരിഡ് അവേ. ദെൻ അഗെയിൻ ദിസ് സൊല്യൂഷൻ മെത്തേഡ് ഓഫ് chemical weathering is going to be most potent in limestone regions where the predominant rock is of the limestone origin. അപ്പോൾ അതിലെ ലൈം, കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന സംഭവം it can easily dissolve and take away, leaving the rock in a very disintegrated manner. Okay. Again, warm and wet climates. Warm and wet climates will aid in solution form of chemical weathering. So, അത് വളരെ ബേസിക് ആയിട്ടുള്ളത്. Then carbonation. അപ്പോൾ അഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ atmosphere carbon dioxide will get what you say taken up by the water. It will form carbonic acid, H2CO3, basic soda ആണ്. And അതൊരു വീക്ക് ആസിഡ് ആണ്. അത് പിന്നീട് ഈ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലെ മാത്രമല്ല സോയിലിലും ഉള്ള എന്താ പറയുക ഡീക്കേയിങ് മാറ്റർ. അപ്പോൾ ഓർഗാനിക് മാറ്റർ ഡീക്കേ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഓൾസോ റിലീസ് കാർബൺ ഡയോക്സൈഡ്. That can also get dissolved into the moisture in the soil, again forming carbonic acid. So this will act as a weak acid, and this will again lead to weathering. The acid on weathering. So solution, carbonation. Then you have hydration. Hydration is saying most minerals they will take up water. And so when it takes up water, it will expand. അപ്പോൾ ആ വോളിയത്തിൻ്റെ റോക്ക് എന്താ പറയുന്നത് ഇറ്റ് വിൽ സ്ലൈറ്റ്ലി ഗ്രോ. പിന്നെ എന്ത് പറ്റും, ഹീറ്റിംഗ് എന്തെങ്കിലും വരുമ്പോൾ ഈ വാട്ടർ അതിൽ നിന്ന് ലൂസ് ആകുമ്പോൾ ഇറ്റ് വിൽ അഗൈൻ കോൺട്രാക്ട്. സോ ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ ഈ റോക്സിൻ്റെ പല ലെയേഴ്സ് തമ്മിലുള്ള ബൈൻഡിങ് ഫോഴ്സ് കണ്ടുവാനും വീക്ക് ആവും. ദെൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഗെറ്റ് ഡിസിൻറ്റഗ്രേറ്റഡ്. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ ഹൈഡ്രേഷൻ. ഫോർ എക്സാമ്പിൾ ആ ടെക്സ്റ്റ് കിടക്കുന്നതാണ് നമ്മുടെ കാൽഷ്യം സൾഫേറ്റ്.
that will take water to form gypsum. It can again give off this water and come back because it's a reversible process. But ഇതൊരു chemical weathering example ആണ്. So one example. പിന്നെ oxidation and reduction. അതിൽ combination of mineral with oxygen. അത് oxides ഉണ്ടാവും, ഇല്ലെങ്കിൽ hydroxide ഉണ്ടാവാം. പിന്നെ reduction എന്ന് പറഞ്ഞാൽ giving away of oxygen. So ഈ ഒരു ചേഞ്ച് വരാം. ബേസിക്കലി അയൺ ഒക്കെ ഒത്തിരി അയൺ ഒക്കെ റിച്ച് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അവിടെ നമുക്ക് ഈ റെഡ് സോയിൽസ് ഒക്കെ അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് കാരണമാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കെമിക്കൽ വെതറിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ഒന്ന് വായിച്ചോളൂ, യു വിൽ ഗെറ്റ് സം ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ബട്ട് ബേസിക്കലി നമുക്ക് ഇതിന്റെ ഒരു റഫ് ഐഡിയ ഇതാണ്. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ മെനി വേസ്. ഒന്ന് ഈ പറഞ്ഞ സൊല്യൂഷൻ, കാർബണേഷൻ, ഹൈഡ്രേഷൻ ആൻഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ. അതിൽ തന്നെ ഇതൊരു എക്സ്ട്രീംലി സ്ലോയും ഗ്രാജുവലും ആണ്. ഇതിൽ എപ്പോഴും നമുക്കൊരു വാട്ടറിന്റെ പ്രസൻസ് നമുക്ക് എല്ലായിടത്തും, വാട്ടർ ഓർ എയർ, ബട്ട് വാട്ടറിന്റെ പ്രസൻസ് എപ്പോഴും നമുക്ക് ഇച്ചിരി ഒരു എന്താ പറയുന്നത് പ്രോമിനൻസ് കൂടുതലാണ്. കാരണം ഈ വാട്ടർ വിൽ ആക്ട് ആസ് എ ബേസ് ഫോർ ഓൾ ദീസ് കെമിക്കൽ റിയാക്ഷൻസ് ടു ഹാപ്പൻ. ദെൻ ഇതിന്റെ എഫക്ട്സ് പലതായിരിക്കാം. ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ വീക്കൻ ദ റോക്ക് സ്ട്രക്ചർ, കാരണം അതിലെ പല അതിൻ്റെ ചില കോൺസ്റ്റിറ്റ്യൂൻസിന് ഇത് ഡിസോൾവ് ചെയ്ത് കൊണ്ടുപോയി കഴിയുമ്പോൾ the outlying constituents will become weaker, so on which other forces can act more easily. പിന്നെ ഇതിൽ ഈ വീക്കൻ അല്ലെങ്കിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അതിനെ ഇറ്റ് ക്യാൻ ഗെറ്റ് ട്രാൻസ്പോർട്ട് away by either erosion and transportation. ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കുവാണെങ്കിൽ it will form or what is aid into soil formation. So that is chemical weathering. അപ്പം നെക്സ്റ്റ് നമ്മുടെ ഫിസിക്കൽ വെതറിങ് ആണ്. അത് നമ്മുടെ ആക്ച്വലിലുള്ള ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ്. അപ്പം ആ റോക്സിന്റെ പാർട്ടിക്കിൾസിനെ എന്താ പറയുക ഫിസിക്കലായിട്ട് പറിച്ചു മാറ്റുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഫിസിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. അതിൽ എന്താ പറയുന്നത്, അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അപ്പം ഈ വെതറിങ്ങിന്റെ ഫാക്ടേഴ്സ് ആണ് അതിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ്. സോ ദാറ്റ് വിൽ ഇൻക്ലൂഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒബ്വിയസ്ലി, then expansion forces. അപ്പോൾ ഒന്നെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ചസ്, ഇല്ല ക്രിസ്റ്റൽ ഗ്രോത്ത്. അപ്പം ഈ സാധാരണ എക്സ്പാൻഡിങ് കോൺട്രാക്ട് ഒക്കെ ചെയ്യുന്ന ഫോഴ്സസ്. ദെൻ വാട്ടർ പ്രഷർ. അപ്പം ഒരു റോക്ക് ഒരിടത്ത് നമുക്ക് അവിടുത്തെ എന്താ പറയുക രാവിലത്തെ രാത്രിയിലത്തെ ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് ഈ ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസ് ഇറ്റ് ഈസ് റിയലി ഗ്രേറ്റ്. സോ ആ വാട്ടർ ഈ റോക്കിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഈ ടെമ്പറേച്ചർ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് വാട്ടർ പ്രഷർ കൺട്രോൾഡ് ബൈ wetting and drying cycles. So all these will lead to physical weathering. Okay, so നമ്മൾ ആദ്യം കെമിക്കൽ വെതറിങ് പഠിച്ചു. ഒരു കെമിക്കൽ പ്രോസസ് കാരണം റോക്കിന്റെ സ്ട്രക്ചറിലോ അതിന്റെ കോമ്പൗണ്ട്സിലോ സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന വെതറിങ് ആണ് കെമിക്കൽ വെതറിങ്. ഫിസിക്കൽ വെതറിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫിസിക്കലായിട്ടൊരു ഫോഴ്സ് റോക്കിൽ ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് ബേസിക് ഡിഫറൻസ്. A physical force will act on the rock or its particles and that will lead to weathering. Adile it will depend on the applied forces. So which are these applied forces nu nokkumbol basic one will be gravity, next one will be expansion, that is temperature. So one is gravity, one is temperature, one is moisture. Okay, ഇത് മൂന്നുമാണ് ഈ ഫോഴ്സസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഫോർ ദാറ്റ് അഗെയിൻ യു വിൽ, കാരണം NCERT അത് കുറേ പോയിന്റ്സ് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് വൺ ഈസ് അൺലോഡിങ് ആൻഡ് എക്സ്പാൻഷൻ. ഇപ്പം ഒരു വലിയ മാസ് ആൻഡ് സേ, സോ അത് വളരെ കോമ്പാക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ടോപ്പ് ലെയേഴ്സ് അവിടെ നമുക്ക് ഈ കെമിക്കലോ ഫിസിക്കലോ എന്തെങ്കിലും വെതറിങ് ഇല്ല ഇറോഷനോ എന്തെങ്കിലും വെച്ചാൽ ടോപ്പ് ലെവലിലെ കുറേ മാറ്റർ ഗെറ്റ്സ് റിമൂവ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ അടിയിലുള്ള മെറ്റീരിയലിലെ ലോഡ് പെട്ടെന്ന് കുറയും. സോ ഈ ലോഡ് മാറുമ്പോൾ ഇതിൻ്റെ പ്രഷർ വേരി ചെയ്യും. അപ്പോൾ ഇത് ഒത്തിരി കംപ്രസ്ഡ് ആയിട്ട് ഇരുന്നാണ് ഇത് മാറ്റുമ്പോൾ ചിലപ്പോൾ ഇത് ഇച്ചിരി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. സോ വെൻ ഇറ്റ് സ്റ്റാർട്സ് ടു എക്സ്പാൻഡ് then it can lead to weathering. Adana removal of overlying rock load because of continued erosion causes a vertical pressure release, with the result that the upper layers of the rock expand.
അതായത് ഇപ്പൊ ഇതിങ്ങനെ ഇപ്പൊ ഇതൊരു റോക്ക് ലെയർ ആണ്. ഇതിന്റെ മീതെ വേറെ ഹെവി റോക്ക് ലെയർ ഉണ്ടായിരുന്നു. ഇത് പതുക്കെ ഇറോഷൻ കാരണം മാറിപ്പോയി. അപ്പൊ ഇതെല്ലാം വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന പ്രഷറിൽ ചെറിയ വേരിയേഷൻ വന്നിട്ട് ഇത് പതുക്കെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ അപ്പ് ആവും. സോ ഇതിൽ പിന്നെ ഡിസിൻറ്റഗ്രേഷൻ ആയിട്ട് എളുപ്പമായി, കാരണം ഇത് ഓൾറെഡി ഒന്ന് വീക്കനായി, കാരണം ഈ ലോഡിങ് മാറ്റിയപ്പോൾ. സോ ഇവിടെ നമുക്ക് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മാസീവ് ഷീറ്റ്സ് ഓർ എക്സ്ഫോലിയേഷൻ സ്ലാബ്സ്. അതിന് പിന്നെ ഇതിന്റെ പേരന്റ് റോക്കിലെ ഗ്രൗണ്ടിന്റെ ഷേപ്പുമായിട്ട് ഇതിന് റിലേഷൻ കാണും എപ്പോഴും. സോ ഇഫ് ദ shape of the ground was curved, it will lead to exfoliation domes. Okay. അതിൽ അതാണ് നിങ്ങൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഈ അൺലോഡിങ് ആൻഡ് എക്സ്പാൻഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എക്സ്പാൻഷൻ ഡോം. സോ ഇങ്ങനെ ഒരു ചെറിയ ബോക്സ് ഒരു പേജ് 50 കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ഫോലിയേഷൻ ഡോംസ് ആൻഡ് എക്സ്ഫോലിയേറ്റഡ് ടോൾസ്? ഈ 2 പാരഗ്രാഫ് വായിച്ച് നമുക്ക് ആൻസർ കിട്ടും. ബട്ട് ആ ഒരു ഇതിൽ, കാരണം അത് രണ്ടിലും ഒരു ചെറിയ വാക്കായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് മിസ്സായി പോകും. സോ യു മസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഇതിലെ എന്താ പറയുക ബേസിക് കോഴ്സ് ഒന്ന് ഈ അൺലോഡിങ് എക്സ്പാൻഷനും കാരണം ഉണ്ടാകുവാണെങ്കിൽ നമ്മൾ അതിനെ ഡോം എന്ന് വിളിക്കാം. അടുത്തത് ടെമ്പറേച്ചർ ചേഞ്ചസ് ആൻഡ് എക്സ്പാൻഷൻ ആണെങ്കിൽ അത് നമ്മൾ എക്സ്പാൻഷൻ ടോർസ് എന്ന് വിളിക്കും. സോ സെയിം പ്രോസസ്സിന്റെ ഫിസിക്കൽ വെതറിങ്ങിന്റെ അൺലോഡിങ് എക്സ്പാൻഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും എക്സ്പാൻഷൻ ഡോം. മറ്റേ ഇച്ചിരി ചെറുതായിരിക്കും, യു വിൽ ഗെറ്റ് എക്സ്പാൻഷൻ ടോൾസ്. അപ്പം അതിന്റെ റീസൺ നമുക്ക് നോക്കാം. സോ യു ഹാവ് ഫിസിക്കൽ വെതറിങ്, അതിൽ പല ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. ഇത് ഫസ്റ്റ് വൺ നമ്മൾ എടുത്തത് അൺലോഡിങ് ആൻഡ് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ബിക്കോസ് വെൻ ദ ലോഡ് ആക്ടിങ് ഓൺ എ റോക്ക് ഗെറ്റ്സ് റിമൂവ്ഡ്, ഈ റോക്കിലുള്ള വെർട്ടിക്കൽ പ്രഷർ വിൽ വേരി. സോ ഈ റോക്ക് പതുക്കെ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കും. കാരണം ആദ്യം ഇത് മോൾട്ട് ലോഡ് കാരണം ഇതിങ്ങനെ കംപ്രസ്ഡ് ആയിരുന്ന ഈ ലോഡ് മാറിയപ്പോൾ ദിസ് വിൽ സ്റ്റാർട്ട് ടു എക്സ്പാൻഡ്. ദെൻ ഈ എക്സ്പാൻഡഡ് റീജിയനിൽ ഡിസിൻറ്റഗ്രേഷൻ എളുപ്പമാവും. ഓക്കെ, അപ്പം ഇത് പിന്നെ that is what you mean by when they say it will produce massive sheets or exfoliation slabs. Other than if the ground was curved initially, it will lead to form exfoliation. ഇങ്ങനത്തെ ടോപ്പോഗ്രഫി ഒക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും അവിടെ ഇവിടെ ഒക്കെ നമുക്ക് കുറച്ച് കാണാൻ പറ്റും. കേൾക്കാവോ? So that is unloading and expansion. So next one is exfoliation. അവിടെ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ചേഞ്ചസ് ആൻഡ് എക്സ്പാൻഷൻ. സോ ഒരു റോക്കിലെ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇതിനകത്ത് പല മിനറൽസ് ആണ്. മേ ബി ദേഴ്സ് ഫെൽസ്പാർ, മേ ബി ദേഴ്സ് മൈക്ക, ഷെയിൽ, എന്തെങ്കിലുമൊക്കെ ഒത്തിരി മിനറൽസ് ആണ്. ഇതിൽ ഓരോ മിനറലും ടെമ്പറേച്ചറിൽ എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റിന് വ്യത്യാസം കാണും. ചിലത് ഒത്തിരി എക്സ്പാൻഡ് ചെയ്യും, ചിലത് അത്ര എക്സ്പാൻഡ് ചെയ്യത്തില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടുത്തെ ടെമ്പറേച്ചറിന് വേരിയേഷൻ വരുമ്പോൾ ഇതിന്റെ റേറ്റ്സ് ഓഫ് എക്സ്പാൻഷനിലെ കോൺട്രാക്ഷൻ വിൽ ബി ഡിഫറെന്റ്. സോ ഇറ്റ് വിൽ ഹാവ് എ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ അവിടുത്തെ diurnal ചേഞ്ചസ് മീൻസ് ഡേ ആൻഡ് നൈറ്റ് ടൈം ടെമ്പറേച്ചർ ചേഞ്ചസ് എക്സ്പാൻഡ് ചെയ്യും. പിന്നെ വൈകിട്ട് വീണ്ടും നല്ല തണുപ്പായിരിക്കും. സോ ദിസ് വിൽ കോൺട്രാക്ട്. അപ്പോൾ ഇത് എല്ലാം എക്സ്പാൻഡും കോൺട്രാക്റ്റും ചെയ്യുന്ന റേറ്റ്സും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അതൊരു എന്താ പറയുക ഒരു ഫ്രാക്ചറിംഗിലേക്ക് നീങ്ങും. കാരണം ഇത് ആദ്യം പല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ എ കൈൻഡ് ഓഫ് സ്ട്രെസ് ഈസ് ബീങ് സെറ്റപ്പ്, then this will contract in a differential rate. Okay, so that will lead to differential rates of expansion, and അതിൽ ഈ സർഫസ് ലെയർ ഓഫ് ദ റോക്സ് വിൽ ടെൻഡ് ടു എക്സ്പാൻഡ് മോർ ദാൻ ദ റോക്ക് ഡെപ്ത്. കാരണം സർഫസ് ലെയർ ടെമ്പറേച്ചർ ആക്ട് ചെയ്യുന്നത്. അപ്പം അതിൽ പിന്നെ എക്സ്പാൻഷൻ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് അവിടെ ഫ്രാക്ചർ ഉണ്ടാവും. സോ എക്സ്ഫോലിയേഷൻ അഗൈൻ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്മൂത്ത് റൗണ്ടഡ് റോക്ക് സർഫസസ്. അപ്പോൾ ഇത് ആണ് നമ്മൾ എക്സ്പാൻഷൻ ടോർസ് കിട്ടുന്നത്. ഓക്കെ, ദിസ് പ്രോസസ് ഇസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ഡ്രൈ ക്ലൈമറ്റ് ആൻഡ് ഹൈ എലിവേഷൻസ്. അപ്പോൾ കാരണം ഒരു മോയിസ്റ്റ് ക്ലൈമറ്റ് ആണെങ്കിൽ
അവിടെ നമുക്ക് ഇത്രയും വലിയ ടെമ്പറേച്ചർ റേഞ്ചസ് വരാൻ സാധ്യതയില്ല. ബട്ട് ഇഫ് ഇറ്റ്സ് എ ഡ്രൈ ക്ലൈമറ്റ് ആൻഡ് ഓൾസോ ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് യു വിൽ ഗെറ്റ് ഹൈ വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചേഞ്ചസ് വരാവുന്നത്. ഇതൊക്കെയാണോ? Can we move on? Yes, sir. Okay. Okay. അതിനൊരു എക്സാമ്പിൾ ആണിത്. I had added this image. Means നമുക്ക് വളരെ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കാരണം രാവിലെ it gets exposed to a high temperature. Again, വൈകിട്ട് cold temperature will contract. ഇതിങ്ങനെ when this process repeats for some time, our outer layer will become weaker. അതിൽ ഇഷ്ടംപോലെ ഫ്രാക്ചേഴ്സ് ഒക്കെ വരും. അത് പിന്നെ അതിൽ ബ്രേക്ക് ഓഫ് ചെയ്യും. സോ that will lead to അത് അവിടെ താഴെ ഇതാവും. Then that can either get transported or that can get into new soil formation. പിന്നെ another example is freezing, thawing and frost wedging. What do you mean by thawing? THWING. ഈ വാക്ക് എന്തുവാണ്? ആരെങ്കിലും? സർ ഐസ് ഉരുകുന്ന. ഓക്കെ, ഐസ് ഉരുകുന്നത്. പിന്നെ anybody else? ആരുമില്ലേ? പറഞ്ഞത് കറക്റ്റ് ആണ്. നമുക്ക് ചെറിയ ഡിഫറൻസിയേഷനോട് വരുത്തണം. കാരണം ഐസ് വരുമ്പോൾ നമുക്ക് സിംപ്ലി മെൽറ്റിംഗ് എന്നും പറയാം. ബട്ട് തോയിങ് ടേം വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുന്നത് confined to ice and water alone. Thawing can happen to almost any material. Basic concept എന്ന് വെച്ചാൽ when a material is really cooled down or when it is frozen, അതൊരു ഹാർഡ് മാസ് ആവും. It will become really hard and it will contract. ഇതിനെ നമ്മൾ പതുക്കെ ഒരു വാം ടെമ്പറേച്ചറിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പോൾ ഇത് പതുക്കെ ഈ കൂളിംഗ് കാരണം ഉണ്ടായ ചേഞ്ചസ് അത് പതുക്കെ മാറാൻ തുടങ്ങും. ഇറ്റ് വിൽ ബിഗിൻ ടു സ്ലൈറ്റ്ലി എക്സ്പാൻഡ്. ഇറ്റ് വിൽ ബിക്കം എ ബിറ്റ് മോർ സോഫ്റ്റ്. അതിനെയാണ് നമ്മൾ തോയിങ് പറയുന്നത്. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, സിമ്പിളായിട്ട് നമ്മുടെ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീസ് ആവും. പിന്നെ അത് നമ്മൾ സ്പൂണിട്ട് പോലും ഇളക്കണമെങ്കിൽ അതിനെ കുറച്ച് നേരം ചിലപ്പോൾ പുറത്ത് വെക്കേണ്ടി വരും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ തോയിങ് എന്ന് പറയും. സോ തോയിങ് ഈസ് എനിത്തിങ് വെർ ആ ഫ്രീസിങ്ങിൻ്റെ എഫക്ട്സ് മാറ്റുന്നത്. അപ്പോൾ റോക്സ് ഒക്കെ എടുത്താലും ഹൈ എന്താ പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് ഇല്ലെങ്കിൽ സ്നോഫോൾ ഒക്കെ ഇല്ലെങ്കിൽ വളരെ ലോ ടെമ്പറേച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ ആ ലോ ടെമ്പറേച്ചർ വരുമ്പോൾ ഇത് കോൺട്രാക്ട് ചെയ്ത് ഇറ്റ് വിൽ ബിക്കം റിയലി ഹാർഡ് മാസ്. എന്നിട്ട് പിന്നെ അതിനെ വീണ്ടും വാം ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു എക്സ്പാൻഡ്. ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇറ്റ് മേ ബി ഒരു ഡേ നൈറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് മേ ബി എന്താ പറയുന്നത് സീസണൽ ആയിരിക്കും. എനിവേസ് ഈ റിപ്പീറ്റഡ് സൈക്കിൾ വിൽ മേക്ക് ഇറ്റ് ബിക്കം റിയലി ബീക്ക്. ഓക്കെ, സോ അതുപോലെ തന്നെ ഫ്രോസ്റ്റ് വെതറിങ്. It occurs due to growth of ice within the pores and cracks of rocks. അപ്പോൾ ഈ റോക്കിൽ ഉണ്ടായിരുന്ന പോർസിൽ മോയ്സ്ചർ കയറിയിട്ട് ആണെങ്കിൽ
അത് തണുക്കുമ്പോൾ ഫ്രീസ് ചെയ്യും. സോ വെൻ ഫ്രോസൺ വാട്ടർ വിൽ എക്സ്പാൻഡ്. അപ്പോൾ അത് ഇതിൻ്റെ സൈഡ്സിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ദെൻ അഗെയിൻ ഇറ്റ് വിൽ മെൽറ്റ്. ദെൻ അഗെയിൻ വാട്ടർ വിൽ ഗെറ്റ് ഇൻ. അത് പിന്നെ ഫ്രീസ് ചെയ്യുമ്പോൾ പിന്നെ എക്സ്പാൻഡ് ചെയ്യും. സോ ആ റോക്കിൽ ഒരു പ്രഷർ എക്സേർട്ട് ആയിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് അതിൽ ക്രാക്സ് ഉണ്ടാകാം. സോ അതാണ് പറഞ്ഞത്, ദിസ് പ്രോസസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ either high elevations in mid latitudes where freezing and melting is often repeated. Okay, that is a form of physical weathering, freezing, thawing and frost wedging. പിന്നെയുള്ള ഒന്നാണ് salt weathering. So you get such kind of landscapes കാരണം salt crystals എന്താ പറയുന്നത് അതിൽ സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. And then it will fall off. എന്താ പറയുന്നത്, ഓക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സോൾട്ട് ഫ്ലാറ്റ്സിൻ്റെത്. ഓക്കെ, എനിവേ നമ്മുടെ ഒത്തിരി ടെക്നിക്കലായിട്ട് പോകണ്ട. ബട്ട് എന്താ പറയുക, നമ്മളിപ്പോൾ ആടൊക്കെ വലിയ മലയുടെയൊക്കെ സൈഡിൽ കയറി പാറയുടെ അവിടെ നിന്ന് പാറയിലൊക്കെ നക്കുന്ന കാണാറുണ്ടല്ലേ. വൈ? ബിക്കോസ് ദേ ആർ ട്രൈങ് ടു അബ്സോർബ് സം കൈൻഡ് ഓഫ് സോൾട്ട്. അവർക്ക് സോൾട്ട് വേണം. അതുപോലെ തന്നെ ഈ പറയുന്ന പല ജീവികളും അവർക്ക് വേണ്ട ബോഡിക്ക് വേണ്ട സോൾട്ട് ദേ ട്രൈ ടു ഒബ്റ്റെയിൻ ഇറ്റ് ഡയറക്ട്ലി ഫ്രം ദ റോക്സ്. സോ വി ക്യാൻ സേ ദാറ്റ് റോക്സ് വിൽ കണ്ടെയ്ൻ സം എമൗണ്ട് ഓഫ് സോൾട്ട്. ബട്ട് വെൻ സച്ച് റോക്സ് ആർ എക്സ്പോസ്ഡ്, അതിൻ്റെ ആ സോൾട്ട് കോൺസെൻട്രേഷൻ ഉള്ള റീജിയൻ എക്സ്പോസ്ഡ് ആകുമ്പോൾ ഈ സോൾട്ട് ക്രിസ്റ്റൽസ് അതിനകത്ത്, കാരണം അതിൻ്റെ എക്സ്പാൻഷന് കോൺട്രാക്ഷൻ ഡിഫറൻസിലാണ്. അപ്പോൾ അത് കുറച്ച് പ്രാവശ്യം ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ലൂസ്. എന്നിട്ട് അതിൽ നിന്ന് അടർന്ന് താഴത്തേക്ക് വീഴും. ഇറ്റ് വിൽ ദെൻ എന്താ പറയുക ലീവ് ദ പേരന്റ് റോക്ക് ഇൻ സച്ച് എ ഷേപ്പ്. അപ്പോൾ അതിലെ സോൾട്ട് അടർന്ന് താഴെ പോയി കഴിയുമ്പോഴുള്ള പേരന്റ് റോക്കാണ് ഈ ഇമേജിൽ കാണുന്നത്. സോ ദാറ്റ് ഈസ് സോൾട്ട് വെതറിങ്. ഓക്കെ, അപ്പോൾ ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫിസിക്കൽ വെതറിങ്. അപ്പം ഒന്ന് അൺലോഡിങ് ആൻഡ് എക്സ്പാൻഷൻ ഉണ്ടാവാം. കാരണം അതിൻ്റെ മീതലത്തെ ലോഡ് മാറി കഴിയുമ്പോൾ അത് എക്സ്പാൻഷൻ ഉണ്ടാവും. ഈ എക്സ്പാൻഷൻ കാരണം അതിൽ വെതറിങ് സംഭവിക്കും. നെക്സ്റ്റ് വൺ വിൽ ബി ടെമ്പറേച്ചർ ചേഞ്ചസ്. ഡേ ആൻഡ് നൈറ്റ് ഇല്ലെങ്കിൽ സീസൺ ആയിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം റോക്ക് റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പാൻഷനും കോൺട്രാക്ഷനും സംഭവിക്കും. അങ്ങനെ അതിൽ ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം നമുക്ക് റോക്സിൽ എന്താ പറയുന്നത് ക്രാക്സും പോർട്സും ഒക്കെ ഉണ്ടാകാം. ദിസ് വിൽ എയ്ഡ് ഇൻ ഫിസിക്കൽ വെതറിങ്. പിന്നെയുള്ളതാണ് ഫ്രീസിങ്ങും തോയിങ്ങും ഫ്രോസ്റ്റ് വെഡ്ജിങ്ങും. ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ആണ് ബേസിക്കലി മിഡിൽ ആയിട്ടുള്ളത്. കാരണം അവിടെ ഡേ നൈറ്റ് ടെമ്പറേച്ചേഴ്സ് ഒത്തിരി വേരിയേഷൻ വരും. അപ്പോൾ ഈ റോക്ക് തണുക്കുമ്പോൾ കോൺട്രാക്റ്റും പിന്നെ എക്സ്പാൻഡും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരു വീക്ക് സ്ട്രക്ചർ ആകാം. ആ വീക്ക്നെസ് വരുന്നിടത്തൂടെ ഇറ്റ് വിൽ ഗെറ്റ് ഡിസിൻറ്റഗ്രേറ്റഡ്. പിന്നെ ഫ്രോസ്റ്റ് വെഡ്ജിങ് എന്ന് പറയുമ്പോൾ ഇതേ റീജിയനിൽ റോക്സിനകത്ത് മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് തണുക്കുമ്പോൾ ഇറ്റ് വിൽ എക്സ്പാൻഡ്, ഇറ്റ് വിൽ എക്സേർട്ട് ഫോഴ്സസ് ഓൺ ദ റോക്ക് സർഫസ്. റോക്ക് സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സസ് കാരണം അത് എന്താ പറയുക റോക്കിലെ ക്രാക്സ് ഉണ്ടാകാം. പിന്നെയും അത് എന്താ അത് തോ ചെയ്ത് വാട്ടർ ആകും. ആൻഡ് ദെൻ ദിസ് പ്രോസസ് വിൽ റിപ്പീറ്റ്. അപ്പോൾ അത് പതുക്കെ റോക്കിനെ ബ്രേക്ക് ചെയ്യും. പിന്നെയുള്ളതാണ് സോൾട്ട് വെതറിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ വെതറിങ്. ഓക്കെ, സോ അതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് മിനറൽസ് ആൻഡ് അയോൺസ് ഫ്രം റോക്സ്. ഒരു ട്രീയോ പ്ലാന്റോ ഒക്കെ ഗ്രോ ചെയ്യുന്ന സമയത്ത് അത് റോക്സിൽ നിന്ന് അതിന് വേണ്ട മിനറൽസ് ഒക്കെ എടുക്കാൻ തുടങ്ങും. സോ ദാറ്റ് വിൽ ലീവ് ദ റോക്സ് ഇൻ എ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്, ഒരു വീക്കൻഡ് സ്റ്റേറ്റിൽ. സോ ദാറ്റ് ക്യാൻ എയ്ഡ് ഇൻ വെതറിങ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ തന്നെ ഗ്രോത്ത് കാരണം ഉണ്ടാകുന്ന പ്രഷർ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. പലതും ചെടിയുടെയൊക്കെ വേരിറങ്ങിയിട്ട് എന്താ പറയുക മതിലോ കയ്യാലയോ കോൺക്രീറ്റോ ഒക്കെ പതുക്കെ സൈഡിലേക്ക് അത് ഒന്നി തള്ളിക്കളയും, ഇല്ല കല്ലൊക്കെ പൊട്ടിച്ച് വരും. സോ രണ്ട് എന്നാണ് ബയോളജിക്കൽ വെതറിങ്ങിന്. ഒന്ന് റോക്സിലെ മിനറൽസിനെ ഇറ്റ് വിൽ ടേക്ക് അവേ. സെക്കൻഡ് വൺ ഈസ് ഇതിൻ്റെ ഗ്രോത്ത് കാരണം ഉണ്ടാകുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ബറോയിങ്, വെഡ്ജിങ്, എർത്ത് വോംസിൻ്റെ ഒക്കെ. പിന്നെ ഡീക്കേയിങ് പ്ലാന്റ് ആൻഡ് ആനിമൽ മാറ്റർ. അപ്പോൾ അത് ഞാൻ ആദ്യമേ പറഞ്ഞു, കാരണം സോയിലിൽ കാർബൺ ഇങ്ങനെ നമുക്ക് കിട്ടും. ഈ കാർബൺ ഡയോക്സൈഡ് സോയിൽ പ്രൊഡ്യൂസ് ആയി കഴിയുമ്പോൾ അത് അതിലുള്ള മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്ത് വിൽ ഫോം കാർബോണിക് ആസിഡ്. ദാറ്റ് വിൽ അഗെയിൻ സ്റ്റാർട്ട് അനദർ സൈക്കിൾ ഓഫ് കെമിക്കൽ വെതറിങ്. പിന്നെ ആൽഗേസ് ദാറ്റ് വിൽ അബ്സോർബ് ന്യൂട്രിയൻസ്. പ്ലാന്റ് റൂട്ട്സ് എക്സേർട്ട് ട്രെമൻഡസ് പ്രഷർ, നമ്മൾ ആദ്യം പറഞ്ഞു. ദെൻ ഹ്യൂമൻ ബീയിങ്സ് നമ്മുടേതായിട്ടുള്ള നമ്മൾ എന്താ പറയുക കൾട്ടിവേഷനൊക്കെ വേണ്ടി സോയിലിൽ ഒത്തിരി ചേഞ്ചസ് വരുത്തുമ്പോൾ ദീസ് ക്യാൻ ഓൾ ലീഡ് ടു ബയോളജിക്കൽ വെതറിങ്. ഓക്കെ,
So that is as much about weathering. Excuse me, ഒരു സെക്കൻഡ്, ഒരു കോൾ ഉണ്ടോന്ന് എടുത്തോട്ടെ. സോറി കേട്ടോ, വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടാണേ, ബാക്കി ഫോൺ എടുക്കാറില്ല. സോ ദ സിഗ്നിഫിക്കൻസ് ഓഫ് വെതറിങ്. അപ്പം ഒന്ന്, ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഫോർമേഷൻ ഓഫ് എൻറിച്ച്മെന്റ് ഓഫ് സോയിൽസ്. അപ്പോൾ ഒന്ന് സോയിലിന്റെ ഫോർമേഷനും പിന്നെ അതിനെ പല മിനറൽസ് കൊണ്ട് എൻറിച്ച് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് വെതറിങ്. അതിന് കാരണം നമ്മൾ ഓൾറെഡി കണ്ടു, വെതറിങ് ഈസ് ഹൗ സോയിൽസ് ആർ ഫോം. പിന്നെ ആ സോയിൽസിലേക്ക് വെതറിങ് കാരണം പല മിനറൽസും ആഡ് ചെയ്യപ്പെടും, അപ്പോൾ അത് എൻറിച്ച്ഡ് ആവും. പിന്നെ എൻറിച്ച്മെന്റിനെ കോൺസെപ്റ്റ് നമ്മൾ ഈ കെമിക്കൽ വെതറിങ്ങിനെ കണ്ടു സൊല്യൂഷൻ ഫോർമേഷൻ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോയിൽ ഫോർമേഷൻ ഇല്ല, റോക്ക് ഫോർമേഷൻ ആണെന്ന് ഓർത്തുകൊള്ളുക. ഇറ്റ് വിൽ കണ്ടെയ്ൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക മിനറൽസ് അല്ലെങ്കിൽ കെമിക്കൽസ്. അപ്പോൾ അതിൽ കുറേയൊക്കെ എന്താ ഈ പറഞ്ഞ വെതറിങ് പ്രോസസ് കൊണ്ട് അതിൽ നിന്ന് റിമൂവ് ആയി പോവാം. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു മിനറൽ മാത്രമായിട്ടാണെങ്കിൽ അതിൽ ഒത്തിരി കോൺസെൻട്രേഷൻ വരുന്നത്, അത് നമ്മൾ എൻറിച്ച്മെന്റ് എന്ന് പറയും. അപ്പോൾ ചില റീജിയൻസിൽ ഇപ്പോൾ കോപ്പറൊക്കെ ഇല്ല, അലുമിനിയം, സോ ദീസ് വിൽ നോട്ട് ഗെറ്റ് ഈസിലി ഡിസോൾവ് ആൻഡ് റിമൂവ്. പക്ഷേ അതിലുള്ള ബാക്കി ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് വരുന്ന കുറേ എണ്ണം ഈ പറയുന്ന പല വെതറിങ് പ്രോസസ് അതിന് റിമൂവ് ആവും. സോ യു ഗെറ്റ് എൻ എൻറിച്ച്ഡ് ഓർ. ആൻഡ് ഈ ഒരു എൻറിച്ച്ഡ് ഓർ ഉള്ളിടത്ത് നമുക്ക് മൈനിങ് ഇറ്റ് വിൽ ബിക്കം കൊമേഴ്ഷ്യലി വയബിൾ. സോ അഗെയിൻ ഇറ്റ് മേക്സ് വെതറിങ് മേക്സ് മൈനിങ് എക്കണോമിക്കലി വയബിൾ. ദെൻ ഈ വെതറിങ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ് മാസ് വേസ്റ്റിങ്ങിനും ഇറോഷനും ഒക്കെ വേണ്ട മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വെതറിങ് എയ്ഡ്സ് ഇൻ മാസ് വേസ്റ്റിംഗ് ആൻഡ് ഇറോഷൻ. ഇതൊക്കെയാണ് നമ്മുടെ വെതറിങ്ങിന്റെ സിഗ്നിഫിക്കൻസുകൾ. സോ മച്ച് അബൌട്ട് വെതറിങ്. ഈ വെതറിങ്ങിന്റെ പോർഷൻ ഓക്കെ ആണോ? ഫിസിക്കൽ, കെമിക്കൽ വെതറിങ്, ഓൾ ദി സ്റ്റഫ്. അടുത്തത് നമ്മൾ മാസ് മൂവ്മെന്റിലേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് മാസ് മൂവ്മെന്റിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ബ്രേക്ക് എടുക്കാം. ദെൻ വിൽ സ്റ്റാർട്ട് വിത്ത് മാസ് മൂവ്മെന്റ്സ്. ഓക്കെ, സോ വിൽ ടേക്ക് എ 10 minute ബ്രേക്ക്. ഞാനിങ്ങനെ തൊണ്ട ശരിയാക്കട്ടെ.
Okay, hope everyone is back. Shall we continue? Okay, I guess I'm audible also. So നമ്മൾ ഇപ്പം ഇത്ര നേരം വെതറിംഗ് ആണ് നോക്കിയത്. നമ്മുടെ എക്സോജനിക്കിന്റെ ഫസ്റ്റ് പാർട്ട് അല്ലേ, വെതറിംഗ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ ദോസ് ആർ റിയലി, നമുക്ക് കുറേ ടൈപ്പ് വെതറിംഗ് ഉണ്ട്. സോ വി ലുക്ക്ഡ് അറ്റ് വെതറിംഗ്. നൗ വിൽ ബി മൂവിങ് ഓൺ ടു മാസ് മൂവ്മെന്റ്. നമുക്ക് ആ വെതറിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. അപ്പം എന്താ പറയുക, ഇത് എക്സോജനിക് പ്രോസസ്സിന്റെ നമ്മൾ സോഴ്സ് ഓഫ് എനർജി നോക്കി. ഈ എനർജി കാരണം ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഫോഴ്സ് സ്ട്രെസ് സെറ്റപ്പ് ചെയ്യും. സ്ട്രെസ് ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വൺ കോസസ് ദിസ് എക്സോജനിക് പ്രോസസ്. പിന്നെ അതിനെല്ലാത്തിനും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേര് ഡെന്യൂട്ടേഷൻ പ്രോസസ്സസ്. അതിൻ്റെ 4 ഫേസസ് എന്താണെന്ന് നമ്മൾ നോക്കി. പിന്നെ ഇതിന് എല്ലാത്തിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാകും. സോ ദാറ്റ് വി ലുക്ക്ഡ് അപ്പോൺ. ദെൻ ഇതിൻ്റെ ഡിഫറൻസസ്, റേറ്റ്സ് ഓഫ് ഡെന്യൂട്ടേഷൻ വിൽ ഡിഫർ അറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി എർത്ത്. അത് ഒന്നുകിൽ റിലീഫ് കൊണ്ടായിരിക്കാം, സ്ട്രക്ചർ ആൻഡ് നേച്ചർ ഓഫ് റോക്സ് കൊണ്ടുണ്ടാകാം, ലോക്കൽ ക്ലൈമറ്റ് കാരണം ഉണ്ടാകാം. ആൻഡ് ഇത് വിത്തിൻ ദ റീജിയൻ തന്നെ നമുക്ക് പല വേരിയേഷൻ ഉണ്ടാകാം, ആൾട്ടിറ്റ്യൂഡൊക്കെ കാരണം. സോ ഇറ്റ്സ് എ ഹൈലി ഡൈനാമിക് തിങ്. ദെൻ വെതറിങ് എന്താണെന്ന് നമ്മൾ നോക്കി. അതിൻ്റെ 3 ഫോംസ് ഉണ്ട്, കെമിക്കൽ, ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ. അതൊക്കെ എന്താണെന്ന് നോക്കി. കെമിക്കൽ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഫിസിക്കൽ വെതറിങ്ങിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ദെൻ അഗൈൻ ബയോളജിക്കൽ വെതറിങ് നമ്മൾ നോക്കി. ഡ്യൂ ടു എന്താണ് ബയോളജിക്കൽ ഏജൻസ് ആണ്. പിന്നെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പം ബേസിക്കലി 3 കാര്യങ്ങളാണ് നമ്മളതിൽ പറഞ്ഞത്. ഒന്ന്, ദിസ് വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് സോയിൽ ആൻഡ് ഓൾസോ ടു ദ എൻറിച്ച്മെന്റ് ഓഫ് സോയിൽസ്. പിന്നെ മിനറൽസിൻ്റെ എൻറിച്ച്മെന്റ് വിച്ച് വിൽ മേക്ക് മൈനിങ് എക്കണോമിക്കലി വയബിൾ. ദെൻ ദിസ് ഈസ് ദ പ്രോസസ് വിച്ച് ദെൻ എയ്ഡ്സ് മാസ് വേസ്റ്റിംഗ് ആൻഡ് ഇറോഷൻ. കാരണം ഇറോഷൻ സംഭവിക്കാനും മാസ് വേസ്റ്റിങ്ങിനൊക്കെ വെതേർഡ് മെറ്റീരിയലിലാണ് ഇത് സംഭവിക്കുന്നത്. സോ this acts as the first step to the other processes. Okay, ഇനി നമുക്ക് മാസ് മൂവ്മെന്റിലേക്ക് പോവാം. മാസ് മൂവ്മെന്റ്, why is mass movement different from erosion? എൻസിആർടി വായിച്ച ആൾക്കാരോട് സർ ഒരു വലിയ മാസ് മൂവ്മെന്റിലും പെടുവായി. മറ്റേ ഇറോഷൻ എന്ന് പറയുമ്പോൾ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ പെടൂലേ? കാരണം ഇറോഷനിൽ ഇച്ചിരി വലിയ പാർട്ടിക്കിൾസ് ഒക്കെ മേ ടേക്ക് പ്ലേസ്. ഇപ്പം എന്താ പറയുന്നത്, വലിയ ഗ്ലേസിയർ ഒക്കെയാണ് ഇറോഷൻ നടക്കുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബ്രിങ് ഡൗൺ റിയലി ലാർജ് റോക്സ് ആൻഡ് സ്റ്റഫ്. കാരണം മാസ് മൂവ്മെന്റ് ഈസ് നോട്ട് equivalent to erosion നമ്മളുടെ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ബട്ട് വൈ എന്നാണുള്ളത്? ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻഡ് in NCERT. ഹ്യൂജ് എമൗണ്ട് ഡിസ്പ്ലേസ്മെന്റ് വരും സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം. എന്തോ ഹ്യൂജ് എമൗണ്ട് ഡിസ്പ്ലേസ്മെന്റ് വരും സ്മോൾ എമൗണ്ട് ഓഫ് ടൈമിൽ. മാസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവാണ്, ലാർജർ ടൈം എടുക്കും. ഓക്കെ, അത് നമുക്ക് ഒരു ഇതായിട്ട് എടുക്കാം. ഓക്കെ, ബേസിക് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇവിടെ നമ്മളെ ബ്ലൂയിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഇതാണ്. ഇതിൽ എയർ, വാട്ടർ, ഐസ് മീൻസ് ദീസ് എക്സോജനിക് ഏജൻസ് ആർ നോട്ട് ദ വൺസ് ദാറ്റ് ക്യാരി ദീസ് ഡെബ്രി. ഈ ഡെബ്രി അതിൻ്റെതായ ഗ്രാവിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എയറോ വാട്ടറോ ഐസോ വന്നിട്ടല്ല ഇതിനെ നീക്കുന്നത്. പക്ഷെ ഇത് നീങ്ങുന്ന വഴിക്ക് വേണമെങ്കിൽ ഇത് എയറിനെ കൂടെ കൊണ്ടുപോകാം, വാട്ടറിനെ കൂടെ കൊണ്ടുപോകാം. സോ ഇവിടെ ഈ മാസ്, ഈ സോയിൽ മാസ് ഇല്ലെങ്കിൽ ദ മാസ് ഓഫ് ഡെബ്രി, ഇത് തന്നെത്താനാണ് നീങ്ങുന്നത്. ഇതിന്റെ കൂടെയാണ് ബാക്കിയെല്ലാം പോകുന്നത്. സോ ദീസ് ആർ നോട്ട് ക്യാരിഡ് അവേ ബൈ എക്സോജനിക് ഏജൻസ്. സോ ഇത് അണ്ടർ ദ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ദാറ്റ് ഇസ് ദ മോസ്റ്റ് എന്താ പറയുക ഡ്രാസ്റ്റിക് ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് മൂവ്മെന്റ് ആൻഡ് ഇറോഷൻ. ഇറോഷൻ സംഭവിക്കണമെങ്കിൽ ഇറോഷൻ ഈ മെറ്റീരിയൽസിനെയൊക്കെ നീക്കുന്നത് അതിന്റെ ഏജൻസ് വഴിയായിരിക്കും. ലൈക്ക് വിൻഡ്, വാട്ടർ, ഐസ്, വേവ്സ്, ടൈഡ്സ്, ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടാണ് ഇറോഷൻ സംഭവിക്കുന്നത്. മാസ് മൂവ്മെന്റിൽ ഇങ്ങനത്തെ ഏജൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് ഗ്രാവിറ്റി കാരണമാണ് ഈ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഓൾവേസ് ആവശ്യമാണ് മാസ് മൂവ്മെന്റിൽ ഗ്രാവിറ്റി കാരണമാകുമ്പോൾ ഇറ്റ് ഓൾവേസ് ആക്ട്സ് ഡൗൺ സ്ലോ.
So movement of rock or debris down the slopes under the direct influence of gravity. That is mass movement. So rock debris ഒരു സ്ലോപ്പിൽ താഴത്തേക്ക് under the direct action of gravity. അപ്പോൾ ഇത് പല ടൈപ്പ് വരും, നമുക്ക് നോക്കാം. ഇത് ഒന്ന് സ്ലോ ആയിരിക്കാം, ഇറ്റ് ക്യാൻ ബി റാപ്പിഡ് ഓൾസോ. അപ്പം നമുക്ക് അവിടെ ഇറോഷനുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇറോഷനിലും സ്ലോയും റാപ്പിഡും ഒക്കെ ആണ്. And it will affect shallow to deep column of materials. ഒന്നെങ്കിൽ സർഫസിലായിരിക്കും സംഭവിക്കുന്നത്, ഇല്ലെങ്കിൽ ബിനീത് സർഫസ് ഒക്കെ ആയിരിക്കും, ഇല്ലെങ്കിൽ എൻറ്റയർ നല്ല ഡെപ്തിൽ ഉള്ള ഒരു മെറ്റീരിയൽ ഫുള്ളായിട്ട് മാറ്റാം. ആൻഡ് ക്രീപ്പും ഫ്ലോ ഒക്കെ നമുക്ക് എന്താ നോക്കാം. ഓൾ ദീസ് ആർ ടൈപ്സ്. സോ ഇറ്റ് ക്യാൻ ബി സ്ലോ ടു റാപ്പിഡ് ആൻഡ് ഇറ്റ് ക്യാൻ എഫക്ട് either shallow regions or deep columns. അപ്പം ഇത് മൂന്നുമാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. ഒന്ന്, ഇറ്റ് ആക്ട്സ് അണ്ടർ ദ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. It doesn't need any external agents for this movement. Soil or means wind or water അങ്ങനത്തെ ഒന്നും വേണ്ട. പിന്നെ ഇത് സ്ലോ ടു റാപ്പിഡ് മൂവ്മെന്റ്സ് ഇതിൽ പോസിബിൾ ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ എഫക്ട് ഷാലോ ടു ഡീപ് കോളംസ്. ഓക്കെ, ഞാൻ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ദാറ്റ് എയർ, വാട്ടർ ഓർ ഐസ്. ഇവിടെ ഇങ്ങനത്തെ ഒന്നും ദേ ഡു നോട്ട് ക്യാരി ദ ഡെബ്രി വിത്ത് ദം, ബട്ട് ദ ഡെബ്രി മേ ക്യാരി ഇറ്റ് വിത്ത്. ഈ ഇത് പോകുന്ന വഴിക്ക് വേണമെങ്കിൽ ഇതിന് കൂടെയുള്ള കുറച്ച് ഒരു എയർ കോളത്തിനെ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ അതിനകത്ത് ഉള്ള കുറെ വാട്ടർ അതിൻ്റെ കൂടെ പോവാം, അല്ലെങ്കിൽ ഐസ് അതിൻ്റെ മീതെ കിടക്കുന്ന കൂട്ടി പോവാം, അങ്ങനെ. Then weathering is not a prerequisite, but it aids mass movement. Okay. So these are the basic characteristics of mass movement. അതിൻ്റെ പല ടൈപ്സ് ഉണ്ട്. അത് നമുക്ക് അതിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് സ്ലോവും റാപ്പിഡും ഒക്കെ ഉണ്ടാവാം. സോ അതിൽ സ്ലോ മൂവ്മെന്റ്സിലുള്ള എക്സാമ്പിൾ ആണ് ഒന്ന് ക്രീപ്പും ഒന്ന് സോയിൽ ഫ്യൂഷനും. അതിൽ നിങ്ങളുടെ NCERT-യിൽ I think they have given it in detail here. So reflection, creep, everything is അത് നമ്മൾ NCERT-ലുണ്ട്, ബട്ട് നമുക്കത് നോക്കാം. ദെൻ ദോസ് ആർ സ്ലോ മൂവ്മെന്റ്സ്. റാപ്പിഡ് മൂവ്മെന്റ്സ് ആയിട്ട് നമുക്ക് എർത്ത് ഫ്ലോ ഉണ്ടാവാം, മഡ് ഫ്ലോ ഉണ്ടാവാം, ആവലാൻഷസ് ഉണ്ടാവാം. ദെൻ അഗെയിൻ ലാൻഡ് സ്ലൈഡ്സ് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മോയ്സ്ചറിന്റെ നമുക്കൊരു ഇമ്പോർട്ടൻസ് വരത്തില്ല, ബട്ട് അഗെയിൻ ദീസ് ആർ ഓൾസോ റാപ്പിഡ്. ലാൻഡ് സ്ലൈഡ്സ് ആർ ഓൾസോ റാപ്പിഡ്. സോ സ്ലോ ആൻഡ് റാപ്പിഡ് മൂവ്മെന്റ്സ് ആണ് അതിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് ആദ്യം ക്രീപ്പ് എന്താണെന്ന് നോക്കാം. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, it is a slow, gradual, continuous movement of soil down the slopes. So it is slow, it is gradual, but it is continuous movement of soil down the slope. ഇവിടെ എന്ന് പറഞ്ഞാൽ വാട്ടർ വിൽ ആക്ട് ആസ് എ ലൂബ്രിക്കൻറ്റ്. കാരണം കുറെ ഈ സോയിലിൽ കണ്ടിന്യൂസ് ആയിട്ട് റെയിനൊക്കെ വന്നു കഴിയുമ്പോൾ സോയിലിൽ ഇഷ്ടം പോലെ വെള്ളം സ്റ്റോർഡ് ആവും. അപ്പം ഇത് ഈ സോയിൽ ലെയർസിൻ്റെ ഇടയ്ക്ക് കയറി കഴിയുമ്പോൾ സോയിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയും. സോ ദെൻ ദിസ് സോയിൽ വിൽ ബിഗിൻ ടു സ്ലോലി ഷിഫ്റ്റ് ഡൗൺവേർഡ്സ്. ഇത് നമുക്ക് ഏറ്റവും പ്രൊനൗൺസ്ഡ് ആയിട്ട് കാണുന്നത്, ഇല്ലെങ്കിൽ ഇതിന്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് ട്രീസ് ഒക്കെ ഇങ്ങനെ ബെൻഡായി വരും. ബെൻഡിങ് ഓഫ് ട്രീസ്. ഓക്കെ, സോ കാരണം ട്രീസ് വളരുന്ന ഒരു വളരെ ലോങ് ടൈം എടുത്തിട്ടാണ്. അപ്പം ആ ടൈമിൽ സോയിൽ ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ, കാരണം ഇതിന്റെ റൂട്ട്സ് മിക്കവാറും ഇച്ചിരി മുകളിലേക്കായിരിക്കും നിൽക്കുന്നത്, പക്ഷേ അവിടുത്തെ സോയിൽ താഴത്തേക്ക് മാറി വന്നപ്പോഴത്തേക്കും ട്രീയുടെ ട്രങ്ക് അതൊക്കെ വളഞ്ഞു വേണം മുകളിലേക്ക് വരാൻ. സോ ആൻഡ് വൺസ് ദ ട്രങ്ക് ഹാസ് കം ഔട്ട് ദെൻ ഇറ്റ് ക്യാൻ ഗ്രോ സ്ട്രൈറ്റ്. കാരണം പിന്നെ താഴത്തെ സോയിലുമായിട്ട് അതിൻ്റെ മുകളിലേക്കുള്ള ഗ്രോത്തിന് ഒരു ബന്ധമില്ല. സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ നമുക്ക് ഇതുപോലെ അവിടുത്തെ എന്താ പറയുക മതിലുകൾക്ക് യു വിൽ സി എ ടിൽറ്റേഷൻ. യു ക്യാൻ സീ ടിൽറ്റേഷൻസ് ഓഫ് ഇങ്ങനത്തെ കർവേച്ചറൊക്കെ. സോ അതും ഈ സോയിൽ ക്രീപ്പിൻ്റെ തന്നെ ഇതാണ്. പിന്നെ ഇതുപോലത്തെ റിട്ടൻഷൻ വാൾസിൽ ബ്രേക്കേജസ് ഉണ്ടാകാം, അതുപോലെ ടെൻഷൻ കാരണം ക്രാക്സ് ഒക്കെ വരാം. സോ ഓൾ ദീസ് ആക്ട് ആസ് ഇൻഡിക്കേഷൻസ് ഫോർ സോയിൽ ക്രീപ്പ്. അപ്പോൾ ഇത് വളരെ ഗ്രാജുവൽ ആണ്. ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. ദെൻ ഇറ്റ് ഈസ് റിയലി സ്ലോ, ബട്ട് ദിസ് ഈസ് കണ്ടിന്യൂസ്. ഈ കണ്ടിന്യൂസ് നേച്ചർ കാരണമാണ് ഈ ട്രീസ് ഒക്കെ ഇങ്ങനെ പതുക്കെ വളഞ്ഞു വന്ന് വളരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു എൻഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് വേറെ, കാരണം ഇവിടുന്ന് ഇത്രയും ഫ്ലോ ചെയ്ത് വരുന്ന സോയില് ഈ സ്ലോപ്പ് തീരുന്നിടത്ത് ഇറ്റ് ക്യാൻ അക്യുമുലേറ്റ്.
ഇവിടെ ഇപ്പം നമ്മൾ ഇമേജിൽ ഈ റോഡ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ബട്ട് ഒരു സ്ലോപ്പിന്റെ ബേസ് ആണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വലിയ സ്ലോപ്പ്. Let me just, if you have a slope like this and at the end of this it begins to level out, ഇവിടുന്ന് ഈ പറഞ്ഞ ക്രീപ്പ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ ഈ മുകളിൽ നിന്ന് ക്രീപ്പ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ പതുക്കെ പതുക്കെ എന്താ പറയുക, ഓവർ എ പീരിയഡ് ഓഫ് ലോങ് ടൈം ഇറ്റ് വിൽ ബിഗിൻ ടു accumulate here. Okay, so the accumulation will be an end result of soil creep. Okay, soil creep okay ആണ്, ഡൗട്ട് ഉണ്ടോ അതിൽ? Okay, so I hope soil creep is okay. Soil creep നമുക്ക് NCERT വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കി പോകാം, കാരണം ഈ ഒരു റീജിയൻ NCERT ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. Okay, that much is given about soil creep in NCERT also. Next one will be solifluction. Okay, solifluction എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ the soil is completely saturated with water. അപ്പം ഇത് എന്താ പറയുന്നത്, ഇത് ഇച്ചിരി ഒരു so the soil gets completely saturated with water, എന്നിട്ട് അവിടുത്തെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് become suspended. അതായത് ഈ ലെവൽ ഓഫ് സാച്ചുറേഷൻ കാരണം സോയിലിന്റെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ഒരു സസ്പെൻഷൻ പോലെ ബിഹേവ് ചെയ്യും വിത്തിൻ എ വാട്ടർ സൊല്യൂഷൻ. അപ്പോൾ ഇത് ഇറ്റ് വിൽ ബിക്കം റിയലി ഈസി ഫോർ ഇറ്റ് ടു ഫ്ലോ. അപ്പോൾ ഇത് ശരിക്കും എന്താ പറയുന്നത്, ക്രീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലോ പാറ്റേൺ കിട്ടത്തില്ല, പക്ഷേ ഈ ഇമേജ് നമുക്ക് കണ്ടറിയാം. യു ഗെറ്റ് എ സ്ലൈറ്റ്ലി ഒരു ഫ്ലോയുടെ പാറ്റേൺ നമുക്ക് ഇവിടെ കാണാം ആസ് ടു ഹൗ ഇറ്റ് ഈസ് ഫ്ലോയിങ് ഇൻ ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഓക്കെ, സോ ഇത് അതിൻ്റെ എൻഡ് റിസൾട്ട് ആണ്. അപ്പോൾ ഇത് പല റീജിയനിൽ സംഭവിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാണ്. ഒരു ആരിഡ് റീജിയനിലാണെങ്കിൽ ഇത് സംഭവിക്കാമെന്ന് വെച്ചാൽ ആരിഡ് റീജിയനിലെ ടോപ്പ് സോയിൽ വിൽ ബി ബിറ്റ് ലൂസ്. അപ്പോൾ അടിയിലേക്ക് ഇച്ചിരി കോമ്പാക്റ്റഡ് ആയിരിക്കാം. അപ്പോൾ പെട്ടെന്ന് അവിടെ മഴ പെയ്യുമ്പോൾ ഈ ടോപ്പ് സോയിൽ വിൽ ഗെറ്റ് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ. അതിൻ്റെ അടിയിലത്തേക്ക് വെള്ളം പെർക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് പതുക്കെ നീങ്ങി തുടങ്ങും. സോ ഇറ്റ് വിൽ ക്യാരി അവേ ദ വാട്ടർ away with the soil. അപ്പോൾ ഇത് അടിയിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് അപ്പോൾ അടിയിലുള്ളത് ഇറ്റ് റിമെയിൻ ആസ് എ ഹാർഡ് മാസ്. ആ ടോപ്പിലുള്ള ലൂസ് ആയിട്ടുള്ള സോയിൽ പാർട്ടിക്കിൾസ് സാച്ചുറേറ്റ് വിത്ത് വാട്ടർ, ഇറ്റ് വിൽ സ്ലോലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം വിൽ മൂവ് ഡൗൺ സ്ലോപ്പ് ആൻഡ് അത് താഴെ വന്ന അക്യുമുലേഷൻ ഒക്കെ സംഭവിക്കാം. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഹാപ്പൻസ് ഇൻ ആൻ ആരിഡ് റീജിയൻ. പിന്നെ ടെമ്പറേറ്റ് റീജിയൻസിലേക്ക് പോയാൽ അവിടെ ലോങ് വിന്റേഴ്സ് ഉണ്ട്. ഈ വിന്റേഴ്സിൽ സോയിൽ ഗെറ്റ്സ് ഫ്രോസൺ ആൻഡ് സോയിൽ ബിക്കംസ് റിയലി ഹാർഡ്. ഒത്തിരി സ്നോഫോൾ ഒക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് പതുക്കെ സ്പ്രിംഗ് വരുമ്പോഴത്തേക്കും ദി സോയിൽ വിൽ ബിഗിൻ ടു തോ. ഇത് പതുക്കെ തോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിന് മീതെയുള്ള സ്നോ പതുക്കെ മെൽറ്റ് ചെയ്യും. വെൻ ദി സ്നോ മെൽറ്റ്സ് ദിസ് വാട്ടർ പെർക്കുലേറ്റ്സ് ഇൻ ദ ഗ്രൗണ്ട്. ഈ തോയിങ് ഇല്ലെങ്കിൽ ഇത് വാർമിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ അത് എർത്തിൽ ഡീപ്പറിലേക്ക് പോകുമ്പോൾ അത് താഴത്തേക്ക് വാം ചെയ്യാൻ ഒത്തിരി ലോങ് ടൈം എടുക്കും. ഈ സർഫസ് സോയിൽ ഇച്ചിരി പെട്ടെന്ന് വാം ആയിട്ട് വന്നിട്ട് അതിലേക്ക് ഈ വെള്ളം കൂടെ ഇറങ്ങി കഴിയുമ്പോൾ അഗെയിൻ നമുക്ക് ഇനിഷ്യലി പറഞ്ഞ കണ്ടീഷൻ വരും, വേറെ സോയിൽ ഈസ് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ. അപ്പോൾ അവിടെ രണ്ട് ലെയർ ആണ്. ദ സോയിൽ ബെഡ് അറ്റ് എ ഡെപ്ത് വിൽ റിമെയിൻ സോളിഡ് ഡ്യൂ ടു ഇറ്റ്സ് ഫ്രോസൺ നേച്ചർ. മുകളിലത്തെ ആ തോയിങ് ആണ് പെട്ടെന്ന് ഇച്ചിരി ഒരു മൊബൈൽ ആവും. ദെൻ ദാറ്റ് വിൽ ബിഗിൻ ടു സ്ലോലി ഫ്ലോ ഡൗൺ ദി സ്ലോപ്പ്. അപ്പോൾ ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ദി മെക്കാനിസം ഫോർ solifluction ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് solifluction. ഓക്കെ, സോ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കി, രണ്ടും സ്ലോ മൂവ്മെന്റ്സ് ആണ്. ഓൾ ദീസ് ടേക്സ് സം ടൈം ടു ഹാപ്പൻ. പിന്നെ നമുക്ക് എർത്ത് ഫ്ലോ ഉണ്ട്. എർത്ത് ഫ്ലോ കംസ് അണ്ടർ റാപ്പിഡ് മൂവ്മെന്റ്സ്. എർത്ത് ഫ്ലോ, മഡ് ഫ്ലോ ആൻഡ് ആവലാൻസ്. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ അഗെയിൻ സാച്ചുറേറ്റഡ് വാട്ടർ ആണ്, പക്ഷേ ഇവിടെ ഇച്ചിരി സ്പീഡിലായിരിക്കും ഫ്ലോ ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് വിൽ ലീഡ് ടു ഫോർമേഷൻ ഓഫ് എസ്കാർപ്മെന്റ്സ് ആൻഡ് സ്റ്റഫ്. ഓക്കെ,
ഇതിൽ നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട് എർത്ത് ഫ്ലോയുടെ കൂടെ പഠിക്കാനുള്ളത്. ദിസ് വിൽ ലീഡ് ടു ഫോർമേഷൻ ഓഫ് സ്റ്റെപ്പ് ലൈക്ക് ടെറസസ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഒരു മൂവ്മെൻറ്റ് വരും. ഈ മൂവ്മെൻറ്റ് കഴിയുമ്പോൾ ഇത് വന്ന് സെറ്റിൽ ആകുമ്പോൾ യു ഗെറ്റ് എ സ്റ്റെപ്പ് ലൈക്ക് സ്ട്രക്ചർ. സോ ദാറ്റ് ഈസ് ഹൗ സ്റ്റെപ്പ് ലൈക്ക് ടെറസസ് ആൻഡ് എന്താ പറയുന്നത് സാനിറ്റേഷൻ. So ഒന്ന് you get a scarp at the head. So ഈ റീജിയനാണ് സ്കാർപ്പ്. Okay. So നമുക്ക് the moment of water saturated a clay or silty earth material down low angle terraces of hillsides, and this move it will make step like terraces, leaving scarps at their heads and accumulation or bulge at the toe. ഈ രണ്ട് ഫെനോമെനൻ നമുക്ക് ഇവിടെ കിട്ടും. അക്യുമുലേഷൻ നമ്മൾ മറ്റേതിനും പറഞ്ഞു, പക്ഷേ ഇതിലൂടെ റാപ്പിഡ് ആണ്. ഈ ഒരു ഫെനോമെനൻ നമ്മൾ ഒത്തിരി അടുത്ത് നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ യു ഗെറ്റ് ടു സീ സച്ച് റീജിയൻസ് ഫ്രം ഈ മണ്ണ് എവിടുന്ന് ഇടിഞ്ഞു വന്നേന്നുള്ളത് നമുക്ക് തെളിഞ്ഞു കാണും. അതിനെ നമ്മൾ സ്കാർപ്പ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ റെഗോലിത്ത് എന്ന് പറഞ്ഞു, മീൻസ് ദാറ്റ് ഈസ് ദ ഈ ഇത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന റോക്സിനെയാണ് നമ്മൾ റെഗോലിത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദിസ് ഫ്ലോസ് ഡൗൺ സ്ലോലി. താഴെ വന്നാൽ അത് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു ബൾജ് ഉണ്ടാവും. ഈ മൂന്ന് ഫീച്ചേഴ്സ് കൊണ്ടാണ് എർത്ത് ഫ്ലോനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. മീൻസ് വാട്ടർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ക്ലേ സിൽറ്റി എർത്ത് മെറ്റീരിയൽസ് ഡൗൺ ലോ ആംഗിൾ ടെറസസ് ഓർ ഹിൽ സൈഡ്സ്, ആൻഡ് ദിസ് വിൽ മേക്ക് സ്റ്റെപ്പ് ലൈക്ക് ടെറസസ്. ഓക്കെ, so all these features can be seen in a earth flow. Then ഇത് നിങ്ങൾ മിക്കവാറൊക്കെ യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഈ പറഞ്ഞ മഡ് ഫ്ലോ. അതായത് പെട്ടെന്ന് ഒരു എന്താ പറയുന്നത് വലിയ കടൽ പോലെയൊക്കെ അല്ല ഒരു പുഴ പോലെ മണ്ണ് ഫ്ലോ ചെയ്ത് വരും. ദാറ്റ് ഈസ് ആക്ച്വലി earth really saturated with water and it will start to flow like a river. അത് എന്താ പറയുക സ്റ്റീപ്പ് ഏരിയസിലൊക്കെ അത് ഫ്ലോ ചെയ്ത് വരും. പക്ഷേ when it comes into plains and other piedmont plateaus പോലത്തെ സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് അവിടുത്തെ റോഡ്സിനും ഇല്ല നമ്മുടെ ബിൽഡിങ്സിനെയൊക്കെ കംപ്ലീറ്റ്ലി എൻഗൾഫ് ചെയ്ത് അങ്ങോട്ട് ഫ്ലോ ചെയ്യും. സോ ദിസ് ഓൾസോ വെരി ഡിസ്ട്രക്റ്റീവ് ഇൻ നേച്ചർ. പിന്നെ ആബ്സെൻസ് ഓഫ് വെജിറ്റേഷൻ കവർ, ഇത് അതിൻ്റെ ഒരു വലിയ റീസൺ ആണ്. കാരണം ഹൈ റെയിൻഫോൾ പെട്ടെന്ന് സംഭവിക്കുന്നിടത്ത് വെൻ ദർ ഇസ് നോ വെജിറ്റേഷൻ, അപ്പോൾ ഈ താഴെ കിടക്കുന്ന വെതേർഡ് മാറ്റർ ഇറ്റ് വിൽ ഗെറ്റ് ഈസിലി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ, ഇറ്റ് വിൽ ഫ്ലോ അലോങ് ഡെഫിനിറ്റ് ചാനൽസ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് അതാണ്. ഒരു റിവർ പോലെ അതാ പറഞ്ഞത്, ഇറ്റ് വിൽ ഫ്ലോ ഡൗൺ അലോങ് ഡെഫിനിറ്റ് ചാനൽസ് ലൈക്ക് എ സ്ട്രീം ഓഫ് മഡ് വിത്തിൻ എ വാലി. ആൻഡ് വെൻ ദ മഡ് ഫ്ലോസ് എമേർജ് ഔട്ട് ഓഫ് ചാനൽസ് ഓൺ ടു പീഡ്മണ്ട് ഓർ പ്ലെയിൻസ് ദേ കൻ ബി വെരി ഡിസ്ട്രക്റ്റീവ്. അതാ പറഞ്ഞത്. കാരണം അതൊരു പീഡ്മണ്ട് പ്ലാറ്റോസിലേക്കുള്ള പ്ലെയിൻസിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇറ്റ് ക്യാൻ എൻഗൾഫ് ലാർജ് ഏരിയാസ്. കാരണം ഒരു വാലിയിൽ അത് എൻകോമ്പസ്ഡ് ആയിട്ടാണ് വരുന്നത്. But when it reaches a plain, it will begin to spread out and it will take in large areas. പിന്നെ ഇതിന്റെ തന്നെ വേറൊരു റീസൺ മഡ് ഫ്ലോസ് ഒക്കെ ഫ്രീക്വന്റ്ലി ഓൺ സ്ലോപ്സ് ഓഫ് എറപ്റ്റിംഗ് ഓർ റീസെന്റ് എറപ്റ്റഡ് വോൾക്കാനോസ്. അതെന്തുകൊണ്ടായിരിക്കും? Why do you think the last point is being included here? Mud flows occur frequently on slopes of erupting or recently erupted volcanoes. എന്തുകൊണ്ടായിരിക്കും? ആരെങ്കിലും വേറൊന്നുമല്ല, നമ്മൾ ഇന്നലെ വോൾക്കാനോസ് പഠിച്ചു. കാരണം വെൻ എ വോൾക്കാനോ എറപ്റ്റ്സ് ഇതിൽ നിന്ന് ഒത്തിരി കൈൻഡ് ഓഫ് മാറ്റർ പുറത്തേക്ക് വരും. ദാറ്റ് വിൽ ഇൻക്ലൂഡ് ആഷ്, ഡസ്റ്റ്, പിന്നെ ക്ലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ,
അപ്പൊ ഇതെല്ലാം കൂടെ വന്ന് ഈ വോൾക്കാനോയുടെ സൈഡിൽ വീണ് കഴിയുമ്പോൾ ഇത് ഭയങ്കര ലൂസ്ലി കോമ്പാക്റ്റഡ് ആണ്. കാരണം ഇത് ജസ്റ്റ് അങ്ങോട്ട് വീണിട്ടേ ഉള്ളൂ. ഇതിന് അതൊക്കെ ഇരുന്ന് കോമ്പാക്ഷൻ ഉള്ള ടൈമൊന്നും കിട്ടില്ല. അപ്പൊ ആ ടൈമിൽ അവിടെ പെട്ടെന്ന് ഒരു റെയിൻഫോൾ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ താഴത്തേക്ക് പെട്ടെന്ന് ഒഴുകി പോരും ഫ്രം ദി സ്ലോപ്പ്. സോ ദാറ്റ് ക്യാൻ ലീഡ് ടു എ മഡ് ഫ്ലോ. അഗെയിൻ അതിന്റെ അവിടെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉള്ളത്. സോ അല്ല, അത് ലാൻഡ് സ്ലൈഡ്സിന്റെ സെക്ഷനിലാണ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കണം. അപ്പം നമ്മൾ so these are all types of mass movements. We saw creep, we saw solifluction, then we saw earth flow, mud flow. Now we have avalanche. Avalanche പറഞ്ഞാൽ അതൊരു എന്താ വെച്ചാൽ ചെറിയ റീജിയനിൽ ബട്ട് ഭയങ്കര റാപ്പിഡായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് മോർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹ്യൂമിഡ് റീജിയൻസ് with or without vegetation cover and occurs in narrow tracks on steep slopes. So ഇതിലെ 3 കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നാരോ ട്രാക്സ്, പിന്നെ സ്റ്റീപ്പ് സ്ലോപ്സിൽ, ദെൻ അവിടെ ഫാസ്റ്റർ ആണ്. ഇറ്റ് ക്യാൻ ബി മച്ച് ഫാസ്റ്റർ ദാൻ എ മഡ് ഫ്ലോ. ഇപ്പൊ നമ്മൾ ആ മഡ് ഫ്ലോയുടെ കാണുന്ന പോലെ അല്ല, ഇതൊരു വളരെ ചെറിയ റീജിയനിലാണ് ആവലാഞ്ച് സംഭവിക്കുന്നത്. ബേസിക്കലി എന്താ പറയുന്നത്, നമ്മൾ ഒന്ന് സ്നോയുടെ ആവലാഞ്ച് ഉണ്ട്, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഹിയർ, സോ ദാറ്റ് വിൽ ലീവ് ഔട്ട് സൈഡ്. പക്ഷേ എർത്തിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇതിൽ ഒത്തിരി വെള്ളം കെട്ടിയിട്ട് ഇറ്റ് വിൽ ബിക്കം വീക്കർ, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ റോഡ് പണിയാൻ വേണ്ടി ബ്ലാസ്റ്റിങ്ങും മൈനിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ് മൈറ്റ് ഗെറ്റ് വീക്കൻഡ്. ഇങ്ങനെ ആ സ്ട്രക്ചറിൽ ഒരു മൊത്തത്തിൽ എന്തെങ്കിലും വീക്ക്നെസ് സംഭവിച്ചിട്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇറ്റ് മൈ ബിക്കം സോ വീക്ക് ദാറ്റ് അതിന് പിന്നെ ആ ഷേപ്പിൽ അങ്ങനെ എർത്തിനെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ഇതെല്ലാം കൂടെ വളരെ സ്പീഡിൽ പെട്ടെന്ന് താഴത്തേക്ക് ഒരു ആവലാഞ്ച് ആയിട്ട് പോരും. മണ്ണിടിച്ചിൽ എന്നൊക്കെ നമ്മൾ പറയും. ഇത് ഇച്ചിരി ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഇതാണ്. സോ എസ്പെഷ്യലി ഇമീഡിയറ്റ്ലി ആഫ്റ്റർ റെയിൻസ് ആൻഡ് സ്റ്റഫ്, ചെറിയ ചെറിയ റീജിയൻസിൽ ഇപ്പൊ നമ്മൾ ട്രെയിനിന്റെ ട്രാക്കിലേക്ക് മണ്ണിടിച്ചെന്നൊക്കെ എപ്പോഴും വാർത്തയെ കാണുന്നത്. സോ ഓൾ ദീസ് കംസ് ഇൻ ദ കാറ്റഗറി ഓഫ് ആവലാഞ്ചസ്. ഇറ്റ് ഈസ് മോർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹ്യൂമൻ റീജിയൻസ്. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് മോർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹ്യൂമൻ റീജിയൻസ് എന്ന് പറഞ്ഞാൽ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൻറ്റയർലി റിലേറ്റഡ് ടു ഹ്യൂമൻ റീജിയൻസ്. ഇത് ഹ്യൂമിഡ് ആയിട്ടുള്ള റീജിയനിൽ മാത്രമല്ല, ബാക്കി എല്ലായിടത്തും ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി മച്ച് ഫാസ്റ്റർ ദാൻ എ മഡ് ഫ്ലോ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ആൻ ആവലാഞ്ച്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹിമാലയസ് ആർ ഹൈലി പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്സ്, ഡിസ്കസ് ദ കോസസ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. സോ യു മസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. കാരണം അത് വേറൊരു ക്വസ്റ്റ്യൻ കൊണ്ട് ആൻസർ അവർ പറയുന്നുണ്ട്. മേ ബി അനദർ പോസിബിൾ ക്വസ്റ്റ്യൻ ആസ് ടു ഹിമാലയസിൽ ഒരു ടൈപ്പ് ഓഫ് ടോപ്പോഗ്രഫി ആണുള്ളത്. ലൂസ് സെഡിമെന്റ്സ്, സ്റ്റീപ്പ് സ്ലോപ്സ്, ഹൈ ആൾട്ടിറ്റ്യൂഡ്സ്, സബ്ജക്ട് ടു ഡിഫറെന്റ് ടെമ്പറേച്ചർ റേഞ്ചസ് ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ്, ഇങ്ങനെ പലതും ഉണ്ട്. ഇതുപോലെ തന്നെ പക്ഷെ നമ്മുടെ വെസ്റ്റേൺ ഗാട്സിലെ ആവലാഞ്ചസ് കാണുന്നു. പക്ഷേ അവിടെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത്രയും എന്താ പറയുന്നത്, ഇറ്റ് ഹാസ് ഹൈ ഒത്തിക് വെജിറ്റേഷൻ, ലാർജ്ലി റിയലി കൺസോളിഡേറ്റഡ് സോയിൽസ്. ഇങ്ങനെയൊക്കെ ഇത് രണ്ടിടത്തും നമുക്കിത് കാണുന്നതിൻ്റെ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. നമ്മുടെ മെയിൻ ചാൻസ് റൈറ്റിംഗ് സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ വരുമായിരിക്കും അതിൽ നിന്ന് എന്തായാലും. ഓക്കെ, പിന്നെ ആവലാഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ലാൻഡ് സ്ലൈഡ്സ്. അഗെയിൻ ദിസ് ഓൾസോ ഹാപ്പൻസ്. ഇതിന്റെ കാര്യമാണ്, ഇത് രണ്ടുകൂടിയാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സ്റ്റോനിക് പ്രോസസ്സിൽ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഇറോഷൻ ആണ്. സോ ഇപ്പം നമ്മൾ പഠിച്ച രണ്ടും ഡസ് നീഡ് എന്താ പറയുന്നത് ആക്റ്റീവ് മീഡിയം ഉള്ളതല്ല ഇത്ര നേരം പഠിച്ചതിൽ. കാരണം ഗ്രാവിറ്റിയും പിന്നെ അതർ ഫോഴ്സസ് ഒക്കെയാണ് ആക്റ്റീവ്. ഇറോഷനിലാണ് നമുക്ക് ഈ നമ്മൾ ആദ്യം പറഞ്ഞു ഇറ്റ് നീഡ്സ് എ ആക്റ്റീവ് മീഡിയം. ആദ്യത്തെ നമ്മൾ ബേസിക് ഡിഫറൻസ് പറഞ്ഞാണ് ബിറ്റ്വീൻ മാസ് മൂവ്മെന്റ് ആൻഡ് ഇറോഷൻ. സോ ഇറോഷൻ റിക്വയർസ് എ ആക്റ്റീവ് മീഡിയം. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ അക്യൂസിഷൻ, അതായത് ഈ വെതർ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ അക്യൂസിഷനും
and the transportation of rock debris. So erosion ഈ രണ്ട് പ്രോസസ് ഉണ്ട്. ഒന്ന് it will have to acquire materials and then transport it. അപ്പം ഇതിന് എന്തായാലും ജിയോമോർഫിക് ഏജൻസ് വേണം. ഇത്ര നേരം നമ്മൾ പഠിച്ചതിൽ ജിയോമോർഫിക് ഏജൻസ് ആവശ്യമില്ലായിരുന്നു. ബട്ട് നൗ വി നീഡ് things like running water, groundwater, glaciers, winds and waves. Okay. ഇതിലൊക്കെയുള്ള കൈനറ്റിക് എനർജി കാരണമാണ് യു ഗെറ്റ് ഇറോഷൻ. അപ്പം അതിൻ്റെ മാസും വെലോസിറ്റിയും വിൽ ഇൻഫ്ലുവൻസ്, കാരണം അതിനുവേണ്ടിയാണ് അവർ ഇക്വേഷൻ ഒരു പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, mv², ദാറ്റ് ഈസ് ദ ആ ഒരു മീഡിയം ആൻഡ് ദ വെലോസിറ്റി. ദാറ്റ്സ് വൈ വിൻഡ് ഇറോഷനേക്കാൾ കുറെ കൂടെ സ്ട്രോങ്ങർ ആയിരിക്കും വാട്ടർ ഇറോഷൻ. പക്ഷേ ഗ്ലേഷ്യൽ ഇറോഷൻ കുറച്ചുകൂടെ സ്ലോ ആകും, കാരണം അവിടെ വെലോസിറ്റി കുറവാണ്. ഈവൻ ദോ ദ മാസ് ഈസ് വെരി ഹൈ, അതിൻ്റെ വെലോസിറ്റി ഭയങ്കര കുറവാണ് ഗ്ലേഷ്യൽ മൂവ്മെന്റ്സിന്റെ. സോ ഡിപ്പെൻഡിങ് ഓൺ ദ മാസ് ആൻഡ് വെലോസിറ്റി ഇതിൻ്റെ ഇറോഷന്റെ റേറ്റ്സ് വിൽ വേരി. ഓക്കെ, സോ ദാറ്റ് ഈസ് നമ്മുടെ ഇറോഷന്റെ ബേസിക് ഒരു ഇതാണ്. അതിൻ്റെ ആദ്യം ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടു ബി കണ്ടക്റ്റഡ് ബൈ ആൻ ഏജന്റ്. അവിടെ പിന്നെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് അക്വിസിഷൻ ആൻഡ് ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഹാപ്പൻസ്. ഏജൻസ് എന്താണെന്ന് പഠിക്കുക. അതിൻ്റെ ബേസിക് ഡ്രൈവിംഗ് ഫോഴ്സ് അതിൻ്റെ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയിൽ മാസും വെലോസിറ്റി രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഇത് രണ്ടും അനുസരിച്ചായിരിക്കും ഇറോഷൻ ഉണ്ടാവുക. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വിൻഡ് ഇറോഷൻ വിൽ ബി ലെസ്. ഇതിൻ്റെ മാസ് കുറവാണ്, വെലോസിറ്റി എത്ര കൂടിയാലും അതിൻ്റെ എയർ എന്ന് പറഞ്ഞാൽ എയർ മാസിൻ്റെ അതിൻ്റെ മാസ് കുറവാണ്. Again, when you come to glacier, again the rate is low because even though it has a very high mass, or velocity ഭയങ്കര കുറവാണ്. But comparatively the running water എടുത്താൽ ഇറോഷൻ കൂടാൻ കാരണം അവിടെ അതിന് മാസും ഉണ്ട് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട്. അതുപോലെ തന്നെ it has a good velocity also, so it will be more effective. അപ്പോഴാണ് നമുക്ക് ഇറോഷൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ളത്. നെക്സ്റ്റ് what happens is deposition. ഇതിന്റെ റീസൺ എന്താണ്? ആദ്യമേ പറഞ്ഞു, why does deposition happen? So why does deposition happen? Lakshmi Sri, ഒരു ഇറോഷൻ പ്രോസസ് കഴിഞ്ഞാലും why does deposition happen there? Nidish, okay, open to anyone. ബ്രേക്ക് കഴിഞ്ഞ് ആരും തിരിച്ചു വന്നില്ലേ? എല്ലാവരും ലോഗിൻ മാത്രമേ ഉള്ളൂ. സർ അതിന്റെ എനർജി കുറയണോണ്ടാണോ അത് ഡെപ്പോസിറ്റ്? അതാണോ സർ? ഓക്കെ, ഒന്ന് പിന്നെ വാട്ട് വിൽ ബി അതർ ഫാക്ടേഴ്സ്? കുറച്ചുകൂടെ ഫാക്ടേഴ്സ് കാണുമല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. സർ പിന്നെ അതിന്റെ സ്ലോപ്പ് കഴിയുമ്പോ അവിടെ ഡെപ്പോസിറ്റ് ആവുമല്ലോ. ഓക്കെ, സ്ലോപ്പ് കഴിയുമ്പോൾ ഡെപ്പോസിറ്റ് ആവുമോ? ഉടനെ അങ്ങനെയല്ല, സ്ലോപ്പ് അനുസരിച്ച് ഡെപ്പോസിറ്റിനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതിന് ശരിയാണ്. സ്ക്രീനിൽ തന്നെ ഉണ്ട്, ആരെങ്കിലും ഒന്ന് വായിച്ചെങ്കിലും
ഞാൻ പറഞ്ഞില്ല ഇത്രയും പേര് ഓൺലൈൻ ഉണ്ടെങ്കിലും ആൻസർ പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. Just to see if at least somebody is active. സർ ഡിപ്രഷൻ. ഡിപ്രഷൻ സാർ ഇപ്പൊ പറഞ്ഞില്ല സ്ലോപ്സ് പോലെ ഡിപ്രഷൻസ് ഫിൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ. പിന്നെ ഈ ലാൻഡ് ഫോം എവല്യൂഷനിലേക്ക് മൊത്തത്തിൽ കയറിയാൽ അത് കുറച്ച് കൂടുതലുണ്ട്. അത് അതിലേക്ക് ഇന്ന് പോവാത്തത്. യു ഹാവ് ടു സ്റ്റഡി ലോട്ട്സ് ഓഫ് സ്റ്റഫ്. ലാൻഡ് ഫോം എവല്യൂഷനോട് ചെയ്താൽ ഐ തിങ്ക് വി ക്യാൻ ഫിനിഷ് ഇറ്റ് ബൈ ടുമോറോ, ഡേ ആഫ്റ്റർ ടുമോറോ. ഇല്ല, വി ക്യാൻ ഫിനിഷ് ഇറ്റ് ബൈ ടുമോറോ ഇറ്റ്സെൽഫ്. നമ്മുടെ ഡിപ്പോസിഷൻ്റെ കാര്യം കൂടെ നോക്കുക. ഡിപ്പോസിഷൻ ഒന്ന്, ഇറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഇറോഷൻ. ഓക്കെ, വാട്ട് എവർ ദാറ്റ്. കാരണം ഇറോഷൻ ഉണ്ടെങ്കിൽ ഡിപ്പോസിഷനുള്ള മെറ്റീരിയൽ ഉള്ളൂ. ദെൻ ഒന്ന്, ഇതിൻ്റെ എനർജി കുറയും. കാരണം ഒന്നാമത് കുറേ ദൂരം ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരുമ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ ഇതിൻ്റെ കുറേ എനർജി പോയി. ദെൻ ഈ എനർജിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് മിക്കവാറും സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് ഈവൻ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ എനർജി കുറയും. ദെൻ ഈ മെറ്റീരിയൽ അത് പതുക്കെ ഡിപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ ഡിപ്രഷൻസ് ഉണ്ടെങ്കിൽ ആ ഡിപ്രഷൻസ് ഫില്ലപ്പ് ചെയ്യും. ദെൻ അഗെയിൻ ഇത് ക്യാരി ചെയ്യുന്ന മെറ്റീരിയൽസ് ഇപ്പോൾ ഒരു അതിൻ്റെ സ്റ്റീപ്പ് സ്ലോപ്പിലേക്ക് അതിനെ ക്യാരി ചെയ്യാൻ പറ്റും. കുറച്ച് കഴിഞ്ഞിട്ട് ഈ മെറ്റീരിയൽസ് തന്നെത്താൻ അതിൻ്റെ ഡെൻസിറ്റിയും ഗ്രാവിറ്റിയും കാരണം സെറ്റിൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ കോയേഴ്സൺ മെറ്റീരിയൽസ് വിൽ ഗെറ്റ് ഡിപ്പോസിറ്റ് ഫസ്റ്റ് ആൻഡ് ദ സ്മോളർ വൺസ് ഒത്തിരി ഫ്രണ്ടിലേക്ക് പോയിട്ട്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക റിവർ സ്ട്രീം ഒക്കെ മുകളിൽ തൊട്ട് നോക്കിയതറിയാം. ആദ്യം വലിയ വലിയ ഉരുളങ്കല്ലൊക്കെ ഡിപ്പോസിറ്റ് ആവും. ഗ്രാജുവലി അത് എന്താ പറയുക പ്ലെയിൻസ് ഒക്കെ എത്തി അത് എന്താണ് സീയിലേക്ക് കയറുന്ന ഇടത്തേക്കായിരിക്കും അതിൻ്റെ ഏറ്റവും ഫൈനായിട്ടുള്ള സാൻഡിനെ അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. സോ ഓൾ ദിസ് ഹാപ്പൻ. ഇപ്പം അന്നേരം നമ്മൾ പഠിച്ച എക്സോജനിക് പ്രോസസ്സിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എൻഡോജനിക് പ്രോസസ്സ് കാരണം ഇറ്റ് ക്രിയേറ്റ്സ് മെനി റിലീഫ് സ്ട്രക്ചേഴ്സ് and these relief structures are continuously being evened out by the endogenic processes, exogenic processes. Okay, so that much is there in this. അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഒരു റീക്യാപ്പ് പോലുള്ളതാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് നമ്മൾ ഇനി ഇതിൽ പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് ലാൻഡ് ഫോം എവല്യൂഷൻ. ദാറ്റ് വിൽ ഡീൽ ടുമോറോ. ഇപ്പോൾ തുടങ്ങിയത് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും. You have to ഈ ഒരു ചാപ്റ്റർ ഒന്ന് വായിക്കണേ നാളത്തേക്ക്. കുറച്ച് കൂടുതൽ സ്ലൈഡ് ഉണ്ട്. സോ ഐ തിങ്ക് ഐ ക്യാൻ ഫിനിഷ് ഇറ്റ് ഈസിലി. ദെൻ നമുക്ക് ഈ ഇത്ര റീജിയൻ ഒന്ന് ഓടിച്ചൊന്ന് പഠിക്കാം. So this we'll see tomorrow. ക്ലാസ്സിൽ ഏതെങ്കിലും റീജിയൻ if you have any doubts, please come forward. എൻഡോജനിക്കും എക്സോജനിക്കും വോൾക്കാനോസും ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇത്രയൊക്കെ ഓക്കെയാണ് എല്ലാവർക്കും. കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ജോലിക്ക് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസിൽ കണ്ടായിരുന്നു ദാറ്റ് ദ എർത്ത് ഹാസ് ബീൻ സ്പിന്നിങ് ഫാസ്റ്റ് ഓവർ ദ പാസ്റ്റ് 1 year എന്ന കാര്യം. ആരെങ്കിലും കണ്ടായിരുന്നോ? ആ ഒരു വാർത്ത ആരെങ്കിലും എവിടെയെങ്കിലും ശ്രദ്ധിച്ചോ? അതെന്തുകൊണ്ടാണ്? ആ ഒരു ആർട്ടിക്കിള് രണ്ടുമൂന്നിടത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് വായിക്കുക. അപ്പോൾ അതിൽ 1-2 പുതിയ ടേംസ് കിട്ടും. ഒന്ന് നെഗറ്റീവ് ഡീപ് സെക്കൻഡ്സ് എന്താണ്, അതിൻ്റെ
നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്, ബട്ട് സംവെയർ റിലേറ്റഡ് ടു ദാറ്റ്. അപ്പം അതെന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ് ഹാവ് ബീൻ ആഡിങ് എന്താ പറയുക, ഐദർ ലീപ് സെക്കൻഡ്സ് ഇല്ലെങ്കിൽ ലീപ് സെക്കൻഡ്സ് കുറയ്ക്കും ടു അഡ്ജസ്റ്റ് ദ ടൈം ഓഫ് ദ ആറ്റോമിക് ക്ലോക്സ്. ഇത് എർത്തിന്റെ റൊട്ടേഷന്റെ സ്പീഡ് ഹാസ് ബീൻ വേരിയിങ്, പക്ഷെ അത് കഴിഞ്ഞ കുറെ നാളായിട്ട് കണ്ടതിന് വിപരീതമായിട്ട് നൗ ഇറ്റ് ഈസ് സ്പീഡിങ് അപ്പ്. അപ്പം ഏതാണ്ട് ഹാഫ് എ സെക്കൻഡ് വേരിയേഷൻ ആണ് വരുന്നത് ഓവർ ദ എൻറ്റയർ ഇയർ. അതും നിങ്ങൾക്ക് വരാം. അതാ പറഞ്ഞേ, UPSC can ask it to you in any way, so just read through that portion. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു ഇതാണ്. ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ അതിന്റെ ബാക്കി ടോപ്പിക്സ് ഒക്കെ വരും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, സോ ഇന്നിപ്പോൾ നമുക്ക് ഇച്ചിരി നേരത്തെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. വി ആർ 10 minutes early. നെക്സ്റ്റ് ടോപ്പിക് വിൽ ഡീൽ ടുമോറോ. അപ്പം നാളെ ഇച്ചിരി വലിയ ടോപ്പിക്കാണ്. മേ ബി നമുക്കൊരു 10-15 മിനിറ്റ് കൂടുതൽ ഇരിക്കേണ്ടി വരും. ബൈ ടുമോറോ വിൽ വൈൻഡ് അപ്പ് ജിയോമോർഫോളജി. പിന്നെ മേ ബി 1 week ഓർ ബ്രേക്ക്. അത് കഴിയുമ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് ഓഷനോഗ്രഫി ഓർ ക്ലൈമറ്റോളജി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഗൈസ്. സൗണ്ടൊക്കെ ഇച്ചിരി കുറവാണ്, സോ എല്ലാവരും കേൾക്കാൻ പറ്റുന്നത് വിചാരിക്കുന്നു. ഓക്കെ then. Thank you, sir. Thank you, sir. Thank you, sir.